പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം brought to you by പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. ആടിമാസം സന്തോഷത്തിന്റെയും ആവേശത്തിന്റെയും കാലമാണ്. പോത്തീസ് സ്വർണ്ണമഹലിൽ ആടി പ്രത്യേക ഡിസ്കൗണ്ട് സെയിൽ. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 25 മുതൽ 50% വരെ വിലക്കുറവ്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റ് ഒന്നിന് 10,000 രൂപ വിലക്കുറവ്. വെള്ളി ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ വിലക്കുറവ്. ഈ ആടിമാസം പോത്തീസ് സ്വർണ്ണമഹലിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങൂ, സന്തോഷത്തെയും സൗഭാഗ്യത്തെയും വരവേൽക്കൂ. പോത്തീസ് സ്വർണ്ണമഹൽ, ഇത് സമൃദ്ധിയുടെ പരിപൂർണത. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഞാൻ ദീപ രാഹുൽ ഈശ്വർ നിങ്ങളോടൊപ്പം ഈ ഞായറാഴ്ച നിറയെ സ്വർണ്ണ നാണയങ്ങളുമായി എത്തിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇന്നത്തെ നമ്മുടെ ഈ ഗെയിം ഷോയുടെ പൊതുവെയുള്ള റൂൾസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. എങ്കിലും ഞാൻ ഒന്നുകൂടെ പറയാം, ഇതൊരു ലൈവ് ഗെയിം ഷോ ആണ്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയാം, ഇത് ലൈവായിട്ട് നടക്കുന്ന ഒരു ഗെയിം ഷോ ആണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉള്ള ഒരു ഗെയിം ഷോ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നാളായിട്ട് ഒരു വർഷം കഴിഞ്ഞു, 1.5 വർഷമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും വർഷമായിട്ട് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്, ഇത്രയും കാലമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് കാരണം തന്നെയാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ എക്സൈറ്റ്മെന്റ് എന്ന് ചോദിച്ചാൽ, എൻ്റെ അടുത്ത വശത്ത് കാണുന്ന ധാരാളം നമ്പറുകളുണ്ട്. 11 മുതൽ 70 വരെയുള്ള നമ്പേഴ്സാണ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഏതൊക്കെയോ നമ്പറുകളുടെ ഉള്ളിൽ സ്വർണ്ണ നാണയങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് നമ്പറിലായിരിക്കും ഉള്ളതെന്ന് നിങ്ങൾ വെറുതെ ഊഹിക്കുക. എന്നിട്ട് ഭാഗ്യമുണ്ടെങ്കിൽ അത് നമ്മൾ തുറക്കുമ്പോൾ അതിലുണ്ടാവും. നിങ്ങൾ വിളിച്ചാണ് നമ്മളെ പറയേണ്ടത് നമ്പർ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം സംസാരിച്ചിട്ട് നമ്മൾ നമ്പർ ഏതാണെന്ന് വെച്ചാൽ നമ്മൾ ചൂസ് ചെയ്യും. അതിനുള്ളിൽ സ്വർണ്ണ നാണയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ സ്വർണ്ണ നാണയം കിട്ടും. ഇനി ഇത് കണ്ടുകൊണ്ടിരുന്നിട്ട് വിളിച്ച് കിട്ടാത്തവർക്ക് വേണ്ടി വേറൊരു ഓപ്ഷനും കൂടി നമ്മൾ വെച്ചിട്ടുണ്ട്. അതിപ്പോൾ പുതിയതായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്താണ് കഴിഞ്ഞ കുറച്ച് നാളായിട്ട്. വാട്സാപ്പിലൂടെയും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 8086011443. ഓക്കെ, 80860 അതന്നെ 11443. ഈ നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കുകയല്ല വിളിക്കുകയേ ചെയ്യരുത്. ആ നമ്പറിലേക്ക് കേട്ടോ, വാട്സാപ്പ് മാത്രം ചെയ്യേണ്ട നമ്പറാണത്, വിളിക്കരുത്. അപ്പോൾ ഇത് 12:45 വരെയുള്ള സമയത്തിനുള്ളിൽ വേണം നിങ്ങൾ വാട്സാപ്പ് ചെയ്യാൻ. 12:45 കഴിഞ്ഞാൽ അടുത്ത 15 മിനിറ്റ് നമുക്കൊന്ന് ഇത് ചെക്ക് ചെയ്യാനും മാർക്കൊക്കെ കിട്ടുന്നത് ചെക്ക് ചെയ്യാനുള്ള അവസരമാണ്. ആ ടൈമിൽ വരുന്ന മെസ്സേജ് നമ്മൾ എടുക്കില്ല. 12:45 വരുന്ന മെസ്സേജ് ആയിരിക്കും അവസാനമായിട്ട് ഞങ്ങൾ കൺസിഡർ ചെയ്യുന്ന മെസ്സേജ്. ഓക്കെ, അപ്പോൾ ഈ 2 രീതിയിൽ കോൾസിലും മെസ്സേജിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗ്യ പരീക്ഷണം നടത്താം. ഓക്കെ, ശരി, എന്തൊരു പരസ്യത്തിൽ പറയുന്നില്ല എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് ധാരാളം സ്വർണ്ണ നാണയങ്ങൾ കിട്ടട്ടെ. ചില എപ്പിസോഡിലൊക്കെ ആദ്യത്തെ കോളർ തന്നെ കിട്ടാനുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ആദ്യത്തെ കോളറിന് കിട്ടുമോ നമുക്ക് നോക്കാം. ഹലോ, പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? സുജിത. ടെലിവിഷന്റെ വോളിയം കുറയ്ക്കാമോ സുജിത? കുറച്ചിട്ടുണ്ടല്ലേ. സുജിത എവിടുന്ന് വിളിക്കുന്നേ? പാലക്കാട് അറിയില്ലായിരുന്നോ? അല്ലേ, ശരി. പാലക്കാടൊക്കെ എന്തുണ്ട് വിശേഷം? ഇപ്പൊ ഇത്തിരി കുറഞ്ഞിട്ടുണ്ടല്ലേ. ഞങ്ങള് തിരുവനന്തപുരത്തേക്ക് വരും. ഇവിടെ മഴ എന്ന് പറഞ്ഞൊരു സംഭവമേ ഇല്ല. ഇവിടെ വേനൽക്കാലമാണ് ഇപ്പോഴും. അതാണ്. ഓക്കെ, സോ എന്തായാലും നമുക്കപ്പോ ഇന്ന് നോക്കാം. സ്വർണ്ണവർഷം കാണാറുണ്ടോ? അപ്പൊ അറിയാലോ അല്ലേ, നമ്മുടെ രീതികളൊക്കെ അറിയാലോ. ശരി, അപ്പൊ സുജിത ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞാട്ടെ. 44. യെസ്, 44-നുള്ളിൽ സ്വർണ്ണം ഉണ്ടോ നോക്കാം. ആരൊക്കെ ഉണ്ട് അവിടെ വീട്ടില്? അച്ഛൻ, അമ്മ, 2 പിള്ളേര്, ഭർത്താവ്. അപ്പൊ എല്ലാരും ഇത് നോക്കിയിരിക്കുകയാണ് അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം 44-നുള്ളിൽ സ്വർണ്ണം ഉണ്ടോ. ദൈവമേ, കൺഗ്രാറ്റുലേഷൻസ് സുജിത. സുജിത ഭയങ്കര ഭാഗ്യാട്ടോ. ചിരി നിർത്തട്ടെ. ആ സുജിത, സെറ്റിലായോ? വിശ്വാസമായോ? സന്തോഷായി. അന്ന് എന്റെ കുട്ടി പറഞ്ഞു വന്നിട്ട് ഞാൻ പറയാണ്ടിരുന്നില്ലേ. എന്റെ അടുത്താണോ സംസാരിച്ചേ? അതെ. ഞാനൊരു 2 ആഴ്ചയായി വന്നിട്ട്. ഇനി അതിന് മുൻപാണെങ്കിൽ ചിലപ്പോ ഞാൻ വിട്ടുപോയിട്ടുണ്ടാവും കേട്ടോ. പക്ഷെ എന്തായാലും സുജിത കിട്ടിയല്ലോ. സന്തോഷായോ? സന്തോഷം. ഇപ്രാവശ്യം എന്റെ മോനെ പറഞ്ഞത്. ഓക്കെ, ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്. അടുത്ത പ്രാവശ്യം മോനെ കൊണ്ട് പറയണമെന്ന് ഞാൻ പറഞ്ഞു തോന്നുന്നു. ഓക്കെ. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ്. മോൻ എന്തെങ്കിലും ഇഷ്ടമുള്ള എന്തെങ്കിലും വാങ്ങി കൊടുക്കുമെന്ന് കേട്ടോ. അവന് ഇഷ്ടമുള്ളത് എന്തെങ്കിലും, കളിപ്പാട്ടോ ആഹാരോ എന്തെങ്കിലും കേട്ടോ. ഓക്കെ സുജിത. അപ്പം ഓക്കെ,
സോ എന്തായാലും സുജിത, നമുക്കൊക്കെ വളരെ സന്തോഷമുള്ള സമയമാണ്. പക്ഷേ എങ്കിലും നമ്മുടെ മനസ്സിൽ എന്നും ഒരു വിഷമം നിൽക്കുന്ന ഒരു കാര്യം സൈഡിൽ നടക്കാതെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത്രയും സന്തോഷിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ ആ ഒരു വിഷമമുണ്ട്. വയനാട്ടിലെ നമ്മുടെ സഹോദരങ്ങൾ അനുഭവിക്കുന്ന ആ വിഷമം നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുന്നത്, അല്ലേ? അപ്പോൾ അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് സുജിത. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലത്തെ എന്തെങ്കിലും സന്തോഷവും നമ്മൾ ഒന്ന് പൊട്ടിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് അതിങ്ങനെ കടന്നു വരുമ്പോഴാണ് അതിൻ്റെ ഒരു ആ സന്തോഷത്തിൻ്റെ അളവ് കുറയുന്നത്. കാരണം എത്ര പേർക്ക് ജീവിതം തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോയ ഒരു നിമിഷമായിരുന്നു ആ ഒരു ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത്. എന്തായാലും അവർക്കൊക്കെ പറ്റുന്ന പോലെ ലൈഫിൽ മുൻപോട്ട് പോകാൻ സാധിക്കട്ടെ. അതിന് നമ്മളാൽ കഴിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ ചെറിയ സഹായങ്ങൾ, ഇപ്പോൾ ഒരുപാട് ഹെൽപ്പ് സെൻറ്റേഴ്സും കാര്യങ്ങളും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അവിടെയൊക്കെ പോയി നമ്മൾ പ്രവർത്തനങ്ങളിലൊക്കെ സഹായിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയിലെങ്കിലും അവരെ ഉൾക്കൊള്ളിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ എന്തായാലും അവരെ മനസ്സിലോർത്തുകൊണ്ട് നമുക്ക് തിരിച്ച് നമ്മുടെ പരിപാടിയിലേക്ക് കടക്കാം. നമ്മുടെ അടുത്ത കോളർ. ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ശോഭ. ശോഭ ശോഭ എന്നല്ലേ? ആദ്യമേ വിളിക്കുന്നേന്ന്. ആദ്യമായിട്ട് വിളിച്ച് കിട്ടിയല്ലോ. ശോഭേ. ശോഭേ ആരായിരുന്നു? പ്രേം നസീറാണോ? ശോഭേ. ഓക്കെ, ഒന്നുമില്ല. ശരി ശോഭ, എന്ത് ചെയ്യുന്നു? ഞാൻ വീട്ടമ്മയാ. യോ, കൊച്ചു കുട്ടികളുടെ സൗണ്ട് ആണല്ലോ. എനിക്ക് മാത്രമേ തോന്നിയുള്ളൂ. കൊച്ചു കുട്ടികളുടെ സൗണ്ട് ആണ് കേട്ടോ. സത്യം പറയാം, എന്നെ പറ്റിക്കുന്നതല്ലേ? കൊച്ചുകുട്ടിയല്ലേ? ചുമ്മാ വീട്ടിൽ വന്നൊക്കെ പറഞ്ഞ് പറ്റിക്കുക. അല്ല, രണ്ട് മക്കളുണ്ട്. ഒരാള് ഗൾഫിലും ഒരാള് +2 ആയി. എന്റെ ദൈവമേ. ഓക്കെ, കൊള്ളാം, നല്ല കാര്യം. വിളിക്കുന്നു, കൊറേ നാളായിട്ട് വിളിക്കുന്നു അല്ലേ? ശരി, അപ്പൊ ശോഭ കിട്ടി? വിളിച്ചു. ഒരു ലാസ്റ്റ് ഘട്ടത്തിലായപ്പം എനിക്ക് കോള് കിട്ടി. നമ്പറെല്ലാം മേടിച്ചപ്പോ അങ്ങ് ഓഫായിപ്പോ സമയം തീർന്നു പോയായിരുന്നു. അയ്യോ പാവം. ഓക്കെ, സാരല്ലേ, ഒരുപാട് പേർക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. എന്തായാലും ശോഭയ്ക്ക് ഇപ്പൊ കിട്ടിയല്ലോ. എവിടുന്നാ വിളിക്കണേന്ന് പറഞ്ഞില്ലല്ലോ? സ്ഥലം നാവായിക്കുളത്ത് നിന്നാണ്. ഓക്കെ, അപ്പൊ ശോഭ നമ്പർ പറഞ്ഞോളൂ. ഏത് നമ്പറാണ്? 46. ഓ, 44 സ്വർണ്ണം ഉള്ളതുകൊണ്ട് അടുത്ത 45 വിട്ടിട്ട് നമ്മൾ 46 അല്ലേ പറഞ്ഞേ? ആ, 46 സ്വർണ്ണം ഉണ്ടെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. 44 സ്വർണ്ണം ഉണ്ടായിരുന്നു, കണ്ടല്ലോ അല്ലേ? അപ്പൊ ഇനി തൊട്ടടുത്തത് വിട്ടിട്ട് 46 ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അങ്ങനെ ഉണ്ടാവോ? നമുക്ക് നോക്കാം. 46 അയ്യോ, സ്വർണ്ണം ഇല്ലല്ലോ. ശോഭേ, വിഷമിക്കരുത് ശോഭ, കേട്ടോ? അങ്ങനെ വിഷമൊന്നുമില്ല. ഫോൺ വിളിച്ച് കിട്ടുന്ന തന്നെ വലിയ ഭാഗ്യമാണ്. സോ നൈസ്. മക്കളുടെ പേര് പറയൂ. മക്കളുടെ പേര്? ശരി, ഒരു മോളുടെ പേര് ഓക്കെ, രണ്ടാമത്തെ മോളുടെ പേര് താങ്ക് യു. ഓക്കെ, ശരി, സാരില്ല. അപ്പൊ ശോഭ എന്തായാലും വിളിച്ചിരുന്നു. നമ്മുടെ ആദ്യത്തെ കോളറിനാണ് സുജിതയ്ക്കാണ് ഇന്ന് സ്വർണം കിട്ടിയിരിക്കുന്നത്. ഭയങ്കര സന്തോഷം തോന്നി. അപ്പൊ അത്രയും സന്തോഷത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് വയനാട്ടെ കാര്യം കൂടെ ഓർത്തത്. രണ്ടാമത്തെ കോളർ വിളിച്ചിട്ട് സ്വർണം കിട്ടിയില്ല. അപ്പം നല്ല ഐശ്വര്യമുള്ള എപ്പിസോഡായിരിക്കും. അടുത്ത കോളറിന് കിട്ടുമെന്ന് നോക്കാം. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? സനൽ, എന്തൊക്കെയുണ്ട്? സുഖാണോ? ഓക്കെ, എന്താ ചെയ്യുന്നത് സനൽ ഹരിപ്പാട്? ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി. അപ്പൊ വീട്ടിൽ ആരൊക്കെയുണ്ട് സർ? വീട്ടിലെ എനിക്ക് ട്രിപ്പിളായി 3 മക്കളുണ്ട്. ട്രിപ്ലെറ്റ്സ് ആണോ? എന്നിട്ട് അവരിപ്പോ എന്താ ചെയ്യുന്നത്? അവർ 7ാം ക്ലാസ്സിലായതേ ഉള്ളൂ. ആഹാ, 7ാം ക്ലാസ്സിലായിട്ടേ ഉള്ളൂ. അത് ശരി. ഓക്കെ, മോനുണ്ടായിരുന്നു, അവന്റെ മരണശേഷം ഈ അടുത്ത സമയത്ത് ഉണ്ടായതാണ്. അത് ശരി. ഓക്കെ ഓക്കെ. അപ്പൊ ഇവര് 3 പേര് എങ്ങനെയാ ഇപ്പൊ സ്കൂളിലൊക്കെ പോയി മിടുക്കരാണോ? പഠിച്ചോളൂ? സ്കൂളിലെ പഠിച്ചോളൂ. അങ്ങോട്ടും തല്ലും അടിയൊക്കെയാണ് എപ്പോഴും വീട്ടിൽ. അല്ല, വീട്ടിലാണോ തല്ലുപടി, സ്കൂളിലാണോ? എന്തോ, വീട്ടിലാണോ തല്ലും ബഹളവും അതോ സ്കൂളിലാണോ തല്ലും ബഹളവും? സ്കൂളിൽ കുഴപ്പമില്ല, വീട്ടില് അത് സാരില്ല. ഞാൻ വിചാരിച്ച സ്കൂളിലായിരിക്കും. 2 പെൺപിള്ളേരും ഒരുമിച്ച്. ഓ, 2 പെൺകുട്ടികളും 1 മോനുമാണ്. എല്ലാം ഉണ്ട്. ഐശ്വര്യം നിറഞ്ഞു തന്നു ദൈവം. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും സാർ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞാട്ടെ. 65. എന്നിട്ട് ഈ അടിയും ബഹളവും ഒന്നും ഇപ്പൊ കേൾക്കുന്നില്ലല്ലോ. ഭയങ്കര സൈലൻസ് ആണല്ലോ അവിടെ. ഞാൻ മുറിക്കകത്ത് കയറി ഒളിച്ചിരുന്ന് വിളിക്കാന്നൊക്കെ. ശരി, 60. ശരി ശരി, ഓക്കെ. അപ്പൊ 65 തുറക്കാം, നോക്കിക്കോളൂ. 65-ന്റെ ഉള്ളിൽ സ്വർണ്ണം ഇല്ലല്ലോ. കുഴപ്പമില്ല. ഇനി വേണമെങ്കിൽ വാതിൽ തുറന്നോളൂ, ആ ബഹളമൊക്കെ ഒന്ന് കേൾക്കാം.
ശരി, അവന്റെ പേരൊന്ന് പറഞ്ഞോളൂ, അവർ കേട്ടോണ്ടിരിക്കല്ലേ. പേര് പറഞ്ഞോ. അത് ഗൗരി ഗായത്രി കൃഷ്ണപ്രസാദ്. ആ, ഗൗരി ഗായത്രി കൃഷ്ണപ്രസാദ്. ഇത്രയൊക്കെ തല്ലണോ അങ്ങോട്ടും ഇങ്ങോട്ടും? ഒന്നുമില്ലെങ്കിൽ കൂടപ്പുറപ്പല്ലേ? ഓക്കെ. അതുകൂടാതെ എന്റെ അനിയന്റെ മോനും അവനോട് കേട്ട് ദേവപ്രയാഗ്. ദേവപ്രയാഗ്. അപ്പൊ പിന്നെ തീർന്നു, എല്ലാരും കൂടെ കൂടിയ പിന്നെ വീടില്ല അല്ലേ? ശരി, ഓക്കെ. അപ്പൊ നടക്കട്ടെ, ബഹളമൊക്കെ അങ്ങനെ നടക്കട്ടെ. ഓക്കെ, സന്തോഷമായിട്ടിരിക്കൂ. താങ്ക് യു സോ മച്ച്. ആ, ഹലോ, ദേവപ്രയാഗ് ആണോ? ഓക്കെ, ദേവപ്രയാഗ് നല്ല പേരാട്ടോ. ടാറ്റാ, ടേക്ക് കെയർ. എന്തോ പറഞ്ഞു. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. എൻ്റെ രസമല്ലേ, വീട്ടിലൊരു ശനി ഞായർ കുട്ടികളൊക്കെ നിറയെ ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത കോളർ. ഹലോ, ഹലോ, പോത്തി സ്വർണ്ണ മഹൽ സ്വർണ്ണ വർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ഹെലൻ സാം. എവിടെന്നാ വിളിക്കുന്നേ? തിരുവനന്തപുരം. നമ്മുടെ തിരുവനന്തപുരം അല്ലേ? ആ, എന്താണ് തിരുവനന്തപുരം വളരെ ഇഷ്ടമാണോ ഹെലൻ? ഹെലന്റെ നാട് തിരുവനന്തപുരം ആണോ? ആണ്. ഓക്കെ, തിരുവനന്തപുരത്ത് എവിടെയാ ഹെലൻ? കോളിയൂർ. എവിടെയാ? കോളിയൂർ കാർഷിക കോളേജ്. കാർഷിക കോളേജിന്റെ ഒക്കെ അവിടെ. വെള്ളായണിയോ? വെള്ളായണിയല്ലേ? ആ, ഓക്കെ. ഓ, അത് ശരി. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും ഹെലൻ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. 28 ഹെലൻ പറയുന്നത്. എന്താ ഹെലനെ 28ന്റെ ഒരു രഹസ്യം? ശരി, 28 തുറക്കാൻ പോവാണേ. ഹെലൻ നോക്കിക്കോ. അയ്യോ, ഇല്ലല്ലോ ഹെലൻ. വേറെ ഏതെങ്കിലും നമ്പർ പറഞ്ഞൂടായിരുന്നോ? വേറെ ഏതെങ്കിലും നമ്പർ പറഞ്ഞൂടായിരുന്നോ? ചുമ്മാ പറഞ്ഞത് കേട്ടോ. വേറെ ഏതെങ്കിലും നമ്പർ പറഞ്ഞാലും അതിലുണ്ടാവും, നമുക്ക് ഉറപ്പൊന്നുമില്ല. അപ്പൊ ഹെലൻ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഓക്കെ, ശരി. ഓക്കെ, ബൈ. ഓക്കെ, നമ്മുടെ ഇന്നത്തെ കോളേഴ്സ് ഒക്കെ വളരെ നല്ല കോളേഴ്സ് ആട്ടോ. കാരണം ആരും ടെലിവിഷൻ്റെ വോള്യൂം അങ്ങനെ കൂട്ടി വെച്ചൊന്നും സംസാരിക്കുന്നില്ല, ബഹളമൊന്നും ഇല്ലാതെ. എനിക്കൊന്ന് എല്ലാവരും ഇപ്പോൾ കണ്ട് പരിചയമായി തോന്നുന്നു. എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള എല്ലാവർക്കും അറിയാം. ഇതൊരു നല്ല കാര്യമാണ്, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയുമായിരുന്നു ഇത്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത കോളർ റെഡിയാണെന്ന് തോന്നുന്നു. പോത്തി സ്വർണ്ണ മഹൽ സ്വർണ്ണ വർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? എന്താ പേര്? ഗിരിജ. എവിടെന്നാ വിളിക്കുന്നേ? വർക്കല. ശരി. ആ, ഓക്കെ. ഗിരിജ, എങ്ങനെയാ വർക്കല ബീച്ചിലൊക്കെ പോവാറുണ്ടോ? ആ, അതെ. ഇന്നലെ ബലിയൊക്കെ ആയിരുന്നു. ശരിയാ. ഗിരിജ ഇതിന് മുൻപ് വിളിച്ചിട്ടുണ്ടോ? ഓ, കിട്ടുന്നില്ലായിരുന്നു. ആ, ശരി. ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടോ എന്ന് വിചാരിച്ചു. ഗിരിജയ്ക്ക് ആകെ മടുത്തിരിക്കുകയാണെന്ന് തോന്നുന്നില്ല, കുറെ പ്രാവശ്യമായി വിളിക്കുന്നു. ഇത്തിരി കലിപ്പാണെന്ന് തോന്നുന്നല്ലോ. ശരി. അപ്പൊ ഗിരിജ ഇഷ്ടപ്പെട്ട നമ്പർ പറയൂ. 17 ഗിരിജയുടെ നമ്പർ, ഗിരിജ പറഞ്ഞിരിക്കുന്ന നമ്പർ. അപ്പം ഗിരിജ, നമ്മൾ നോക്കാൻ പോവാണ്. ഗിരിജ പൊതുവെ വളരെ സീരിയസ് ആയ വ്യക്തിയാണോ? ആണല്ലേ? ആ, വീട്ടിലിപ്പോ ആരൊക്കെ ഉണ്ട്? ഞാൻ മാത്രമേ ഉള്ളൂ. മക്കളൊക്കെ അവരവരെ വീട്ടുകളിൽ കല്യാണം കഴിച്ചാൽ കൊണ്ടുപോയി. ശരി, ഓക്കെ. അപ്പൊ 17 ഞാൻ തുറക്കാൻ പോവാണ്. നോക്കിക്കോളൂ. ഗിരിജയ്ക്ക് 17ന്റെ ഉള്ളിൽ സ്വർണ്ണമുണ്ട്. കൺഗ്രാറ്റുലേഷൻസ് ഗിരിജ. സന്തോഷമായി. നീ പറഞ്ഞത് നന്നായില്ലെങ്കിൽ എനിക്ക് അറിയില്ലായിരുന്നു സന്തോഷമായോന്ന്. ഗിരിജ, സന്തോഷമായാലും സങ്കടമായാലും ഒക്കെ ഒരേ എഫക്റ്റ് ആണല്ലോ. എങ്ങനെ സാധിക്കുന്നു ഇത്? എത്ര ആഴ്ചയായി വിളിക്കുന്നു, എന്നിട്ട് നേരം കിട്ടിയില്ല. എനിക്ക് തോന്നി കുറെ നാളായിട്ട് വിളിക്കുന്നതിന് ക്ഷീണം ഗിരിജയ്ക്ക് മാറിയിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? ശരി, അപ്പൊ എന്തായാലും കൺഗ്രാറ്റുലേഷൻസ്. ഈ സ്വർണ്ണം എന്ത് ചെയ്യും? എന്തെങ്കിലും ചെയ്യണം അല്ലേ? ശരി, ഓക്കെ. താങ്ക് യു സോ മച്ച്. വീട്ടിൽ സ്വർണ്ണം എത്തും കേട്ടോ. താങ്ക് യു, ബൈ. അപ്പോൾ നമ്മളെ വിളിച്ചത് ഗിരിജയാണ്. ചില ആൾക്കാർ ഇങ്ങനെയാണ്, വളരെ സീരിയസ് ആണ്. അപ്പം നമ്മൾ വിചാരിക്കും സന്തോഷം വരുമ്പോൾ അവർ ചിരിക്കും, അതുമില്ല. ആ, സന്തോഷം അത്രയേ ഉള്ളൂ. ശരിക്കും അങ്ങനെ ആവണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. നമുക്ക് സന്തോഷം വരുമ്പോൾ നമ്മൾ ഭയങ്കര സന്തോഷിക്കും, സങ്കടം വരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് കരയും. എപ്പോഴും ഇങ്ങനെ ഒരേപോലെ ഒന്നും എഫക്റ്റ് ചെയ്യാതിരുന്നാൽ ലൈഫിൽ ഭയങ്കര സ്ട്രെസ്സ് കുറവായിരിക്കും എന്ന് വിചാരിക്കും. ഓക്കെ, എന്തായാലും ഗിരിജ ഇനിയെങ്കിലും ഇത്തിരി ഒന്ന് സന്തോഷിക്കൂ, ഒന്ന് പൊട്ടിച്ചിരിക്കൂ കേട്ടോ. ഓക്കെ, അടുത്ത കോളർ. ഹലോ, പോത്തി സ്വർണ്ണ മഹൽ സ്വർണ്ണ വർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? എന്താ പേര്? ദ്രവ്യ. റിവ്യ എന്നാണോ?
അല്ല ദാ ഉണ്ടെന്ന് റിദ്യ അല്ലേ? അല്ലല്ല രമ്യ. ശരി, ഞങ്ങള് റിദ്ദു എന്ന് വിളിക്കട്ടെ. റിദ്ദു. ഓക്കെ ശരി. അപ്പൊ എന്തായാലും റിദ്ദു കുട്ടി എവിടുന്നാ വിളിക്കുന്നേ? കുട്ടിയാണോ? പാറശാല. എന്താ ചെയ്യുന്നേ? +2 റിദ്ദുനെ എന്താ വീട്ടില് വിളിക്കാറ്? അങ്ങനെ തന്നെയാ വിളിക്കുന്നത്. വേറെ ഒരു പേരുമില്ല ഞങ്ങൾക്ക് വിളിക്കാൻ. ഞാൻ വിളിച്ചു വീട്ടിൽ വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ അതെങ്കിലും വിളിക്കാലോ എന്ന് വിചാരിച്ചു. അപ്പൊ ഞങ്ങൾ റിദ്വയ്ക്ക് പുതിയ പേര് തരുന്നു, റിദ്ദു. ഓക്കെ. ആ റിദ്ദു മോളെ എങ്ങനെയുണ്ട് പഠിത്തമൊക്കെ? കുഴപ്പമില്ലെന്നേ ഉള്ളൂ. ശരി, +2 എന്താ എടുത്തിരിക്കുന്ന വിഷയം? ഹ്യൂമാനിറ്റീസ് ആണ്. അപ്പൊ എന്താവാൻ ആഗ്രഹം റിദ്യ? വെരി ഗുഡ്. IAS ആണോ? വെരി നൈസ്. നമ്മൾ അത്ര ആഗ്രഹിച്ചാലും നമ്മൾ മല പോലെ ആഗ്രഹിച്ചാൽ നമുക്കൊരു കുന്നെങ്കിലും കിട്ടും എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ IAS കിട്ടില്ല എന്നല്ല കേട്ടോ ഞാൻ പറയണേ, പക്ഷെ ആഗ്രഹം വളരെ നല്ലതാണ്. മനസ്സിലായോ? ഓക്കെ. അപ്പൊ എന്തായാലും റിദ്ദുവിന് ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞാട്ടെ. 56. 56 56ന്റെ ഉള്ളിൽ സ്വർണ്ണം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാ റിദ്ദുവിന് പൊതുവെ ഭാഗ്യമുള്ള കൂട്ടത്തിലാണോ? പഠിച്ചുകൊണ്ട് പോകുന്ന സബ്ജക്റ്റിൽ നിന്ന് തന്നെ ചോദ്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് വരാറുണ്ടോ, അതോ പഠിക്കാത്ത വിഷയത്തിൽ നിന്നാണോ വരാറ്? ഓക്കെ. അപ്പൊ 56 അല്ലേ പറഞ്ഞേ? തുറന്നു നോക്കട്ടെ റിദ്ദു. ഓക്കെ, നോക്കിക്കോളൂ. 56ന്റെ ഉള്ളിൽ. അയ്യോ, ഇന്ന് ഭാഗ്യം ഇല്ലല്ലോ റിദ്ദു, സ്വർണ്ണം ഇല്ല. സാരില്ല റിദ്ദു, വിഷമിക്കണ്ട കേട്ടോ. ആ ഓക്കെ. അപ്പൊ താങ്ക് യു സോ മച്ച് റിദ്ദു. ടേക്ക് കെയർ. ഓക്കെ. അപ്പോൾ നമുക്ക് ഇത്രയും നേരത്തെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ 2 പേർക്ക് സ്വർണം ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. 2 പേർക്ക്, അതൊരു ചെറിയ കാര്യമല്ല. 2 പേർക്ക് അടുപ്പിച്ച് ആദ്യത്തെ നമ്മൾ ഇനിയിപ്പോൾ എനിക്കൊന്ന് നമുക്കൊരു ബ്രേക്കൊക്കെ കഴിഞ്ഞിട്ട് വരാം. ആ ബ്രേക്കിന് പോകുന്നതിന് മുമ്പ് 2 പേർക്ക് സ്വർണം കിട്ടിക്കഴിഞ്ഞു, വിച്ച് ഈസ് ഗ്രേറ്റ്. അപ്പോൾ നമുക്ക് ആവേശത്തോടെ മുന്നേറാം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. ആടിമാസം സന്തോഷത്തിന്റെയും ആവേശത്തിന്റെയും കാലമാണ്. പോത്തീസ് സ്വർണ്ണമഹലിൽ ആടി പ്രത്യേക ഡിസ്കൗണ്ട് സെയിൽ. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 25 മുതൽ 50% വരെ വിലക്കുറവ്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റ് ഒന്നിന് 10,000 രൂപ വിലക്കുറവ്. വെള്ളി ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ വിലക്കുറവ്. ഈ ആടിമാസം പോത്തീസ് സ്വർണ്ണമഹലിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങൂ, സന്തോഷത്തെയും സൗഭാഗ്യത്തെയും വരവേൽക്കൂ. പോത്തീസ് സ്വർണ്ണമഹൽ, ഇത് സമൃദ്ധിയുടെ പരിപൂർണത. സ്വർണ്ണവർഷത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളൊരു ചെറിയ ബ്രേക്കിന് ശേഷം തിരിച്ചെത്തിയിരിക്കുകയാണ്. ബ്രേക്കിന് പോകുന്നതിന് മുൻപായിട്ട് ഒന്നല്ല പക്ഷേ 2 പേർക്ക് സ്വർണ്ണ നാണയങ്ങൾ കിട്ടിയിരുന്നു. അതിൽ ഒരാൾ ആദ്യം വിളിച്ച കോളർ തന്നെയായിരുന്നു കേട്ടോ. ആദ്യം നമുക്ക് കിട്ടിയതും ഒട്ടും പ്രതീക്ഷയില്ല. ഞാൻ അങ്ങനെ ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞുവെങ്കിലും നമുക്ക് വളരെ റെയറായിട്ട് സംഭവിക്കുള്ളൂ ആദ്യം വരുന്ന കോളറിന് തന്നെ സ്വർണ്ണം കിട്ടുക എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് അത്തരം ഒരു എപ്പിസോഡായിരുന്നു. ആദ്യം വിളിച്ച് നമ്മുടെ സുജിതയ്ക്കാണ് ആദ്യത്തെ സ്വർണ്ണം കിട്ടിയത്. അങ്ങനെ വേറൊരാൾക്കും കൂടെ കിട്ടി. അതുപോലെ നിങ്ങൾക്ക് അറിയാലോ, മറക്കണ്ട, ഇപ്പം ആരെങ്കിലും ഉടനെ ഇപ്പം ACV വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ പറയാം, നിങ്ങൾക്ക് ഇതിൽ വിളിച്ച് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പിലൂടെയും നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു നമ്പർ പറയാം. 8086011443 ഇതാണ് നമ്പർ. 8086011443 ഈ നമ്പറിലേക്ക് നിങ്ങൾ വാട്സാപ്പ് ചെയ്യുക. വാട്സാപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്ഥലം കൂടെ പറയുക. ഓക്കെ, പേരും സ്ഥലവും നമ്പറും ഇടുക. ഓക്കെ, 8086011443 ഈ നമ്പർ ഒരിക്കലും കോളിനുള്ള നമ്പർ അല്ല, വാട്സാപ്പിന് വേണ്ടി മാത്രമുള്ള നമ്പറാണ്. 12:45 വരെയുള്ള വാട്സാപ്പ് മെസ്സേജസ് ആണ് നമ്മൾ സ്വീകരിക്കുക. ഓക്കെ, അതും ഈ കോൾസ് വിളിക്കുന്നവർ പറയുന്ന നമ്പർ അല്ലാതെ ഏതെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ലാസ്റ്റ് അനൗൺസ് ചെയ്യുള്ളൂ. പറഞ്ഞ നമ്പർ തന്നെയാണെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം കോളാണോ ആദ്യം വന്നത്, മെസ്സേജ് ആണോ ആദ്യം വന്നതെന്നൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ് കണ്ടുപിടിക്കാൻ. അപ്പോൾ ഈ കോൾസ് വന്നിട്ട് അതിൽ പറയാത്ത നമ്പർ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ കണ്ടുപിടിക്കും. അത് നമ്മൾ അനൗൺസ് ചെയ്യും 12:45 ശേഷം. 12:45 വരെ മാത്രം നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഓക്കെ, ശരി. അപ്പോൾ നമ്മുടെ അടുത്ത കോളർ പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ഹലോ, പേര് പറയൂ. എന്തൊക്കെയുണ്ട് പ്രജിത്തെ കോഴിക്കോട് വിശേഷങ്ങൾ? ഓക്കെ, ശരി. എന്താ ചെയ്യുന്നേ? ഡ്രൈവറാണ്. ശരി, ഓക്കെ. അപ്പൊ എന്തായാലും ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. പേര് ഒന്നുകൂടെ ഒന്ന് പറയാമോ? പ്രജിത്ത്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത് പ്രജിത്ത്?
ഏട്ടൻ അച്ഛൻ അമ്മ. അച്ഛനമ്മ. ഓക്കെ, ശരി. അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ പ്രജിത്ത്. നമ്പർ 69. 69. ആ, അങ്ങേ അറ്റത്തെ നമ്പർ ആണല്ലോ. പ്രജിത്ത് എന്റെ നിസാന്റെ നമ്പറാണ് നമ്പർ 69. എന്ത് നമ്പറാ? എന്റെ ലോറി മീലൂരിന്റെ നമ്പർ എന്ന് പറയാം. വണ്ടിയുടെ നമ്പറാണോ? എന്റെ വണ്ടി നമ്പറാണ് 69. 69. അപ്പൊ ഈ 69ന് ഭയങ്കര പ്രത്യേകതയാണ്, ഒരു സ്നേഹമാണ് അല്ലേ? അല്ല, വണ്ടി നമ്പറിനെ കൊണ്ട് പറഞ്ഞതാ. അതെ അതെ. ഏതാ വണ്ടി? വണ്ടി നിസാൻ മഹീന്ദ്രന്റെ നിസാൻ. ഓക്കെ, നമുക്ക് കുറെ നാളൊരു വണ്ടി ഓടിക്കുമ്പോ ആ വണ്ടിയോട് ഒരു സ്നേഹം തോന്നും അല്ലേ? തീർച്ചയായിട്ടും. ആ, അതാണ്. ഓക്കെ, അപ്പൊ 69 ഞാൻ തുറക്കട്ടെ. തുറന്നു നോക്കിക്കോളൂ. അയ്യോ, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്ന് പറയുന്നു. അത്രേ ഉള്ളൂ പ്രജിത്ത്. നല്ല സ്പിരിറ്റ് ആണ് കേട്ടോ. അപ്പൊ അടുത്ത ആഴ്ച എന്തായാലും വിളിക്കൂ കേട്ടോ. ഓക്കെ, ടേക്ക് കെയർ പ്രജിത്ത്. ബൈ. ശരിക്കും ചിലരോട് സംസാരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് നാളായിട്ട് അവരെ അറിയാവുന്ന ഒരു പ്രതീതിയാണ് വരുന്നത്. പ്രജിത്ത് അങ്ങനത്തെ ഒരു കോളറായിരുന്നു. നമുക്ക് കുറെ നാളത്തെ സൗഹൃദം ഉള്ളതുപോലെ തോന്നുന്നു. എന്നാൽ ചിലരുടെ അടുത്ത് നമ്മൾ എത്ര സംസാരിച്ചാലും നമുക്ക് അടുപ്പം തോന്നത്തില്ല. അത് ചിലരുടെ ഒരു ക്യാരക്ടറിന്റെ വ്യത്യാസമാണ്. എന്തായാലും പ്രജിത്തിനെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പ്രജിത്ത് വീണ്ടും വിളിക്കാം. ഓക്കെ, എന്തായാലും ആ വണ്ടി എന്നും പ്രജിത്തിനെ കാത്തു സൂക്ഷിക്കട്ടെ. ഓക്കെ, അടുത്ത കോളർ. ഹലോ. ഹലോ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? അഞ്ജലി. അഞ്ജലി എവിടുന്നാ വിളിക്കുന്നേ? പാലക്കാട്. അഞ്ജലി എന്താ ചെയ്യുന്നേ? ഞാൻ എംകോമിൽ പഠിക്കുന്നു. അപ്പൊ ഈ പാട്ട് കേട്ടിട്ടില്ലേ? അഞ്ജലി അഞ്ജലി അഞ്ജലി. അപ്പൊ ഇതൊക്കെ എല്ലാരും പാടാറുണ്ടോ? ഫ്രണ്ട്സ് ഒക്കെ? അങ്ങനെയൊന്നുമില്ല. ശരി, ഓക്കെ. അപ്പൊ ഞാൻ പാടി കേട്ടോ. ഓക്കെ, അപ്പൊ അഞ്ജലി പാട്ട് പാടുവോ? ഇല്ല, പാട്ടൊന്നും പാടില്ല. ഇല്ല. പിന്നെ എന്താ ചെയ്യാറ്? ഇതല്ലാണ്ട് വേറെ എന്തെങ്കിലും, പഠിക്കുന്നതല്ലാതെ വേറെ എന്തൊക്കെ ചെയ്യും? ഡാൻസ് ഇഷ്ടമാണ്. ഡാൻസ് ചെയ്യാൻ കേൾക്കും. ഓക്കെ, എന്ത് കോളേജിലൊക്കെ പങ്കെടുക്കാറുണ്ടോ ഡാൻസിനൊക്കെ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഓക്കെ, ശരി. അഞ്ജലി ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞാട്ടെ. 64. 64 അപ്പൊ എല്ലാരും 60കളിൽ ഇങ്ങനെ കിടന്ന് കളിക്കുകയാണ്. 64, 65, 69 എല്ലാം ഇങ്ങനെ അങ്ങ് പറയാം. 64 ഉണ്ടോ നോക്കട്ടെ അഞ്ജലി. ഓക്കെ, ഹിയർ യു ഗോ. 64ന്റെ ഉള്ളിൽ ഇല്ല അഞ്ജലി. ഓക്കെ അഞ്ജലി, വീണ്ടും വിളിക്കാം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ബൈ. ഓക്കെ, നമ്മളെ വിളിച്ചത് അഞ്ജലിയാണ്. അഞ്ജലിക്കും സ്വർണ്ണ നാണയം കിട്ടിയിട്ടില്ല. ഇന്ന് 2 പേർക്കാണ് സ്വർണം കിട്ടിയിരിക്കുന്നത്. ഇനി ധാരാളം ഉണ്ട്, നമുക്ക് നോക്കാം. അടുത്ത കോളർ. ഹലോ. ഹലോ ചേച്ചി, മനസ്സിലായോ? എന്തൊക്കെയുണ്ട് ധനലക്ഷ്മി? പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പോവാൻ പറ്റുമോ പോത്തി സ്വർണ്ണമഹലിൽ ഇടയ്ക്കെങ്കിലും? അതിന്റെ മുന്നേ കൂടെ പോകാറുണ്ട്. അതെന്ത് പരിപാടിയാ എന്റെ ധനലക്ഷ്മി? അതിന്റെ മുമ്പിൽ കൂടെ പോയിട്ട് ഒന്ന് ഉള്ളിലേക്ക് കയറി നോക്കിക്കൂടെ? അല്ല, അത് സാരില്ല. നമ്മൾ അകത്തോട്ട് കേറുമ്പോഴാണ് നമുക്ക് കൂടുതൽ പറ്റുമോ ഇല്ലയോ എന്ന് ചിന്തിക്കുക. പോത്തീസിൽ കയറാറുണ്ട്. അവിടെ പിന്നെ കിട്ടാത്ത ഒന്നുമില്ലല്ലോ, എല്ലാം കിട്ടും. അതെ, ഓക്കെ. അപ്പൊ എന്തായാലും ധനലക്ഷ്മിക്ക് സ്വർണ്ണമഹലിനുള്ളിൽ, പോത്തി സ്വർണ്ണമഹലിന്റെ ഉള്ളിൽ കയറാനുള്ള ഐശ്വര്യം ഇവിടുന്ന് തന്നെ കിട്ടട്ടെ. സ്വർണ്ണ നാണയം കിട്ടി തന്നെ ഉണ്ടാവട്ടെ കേട്ടോ. ശരി ധനലക്ഷ്മി, ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. 26 ആണ് ധനലക്ഷ്മിയുടെ നമ്പർ. നമുക്ക് നോക്കാം അതിനുള്ളിൽ സ്വർണ്ണം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. മൂന്നാമത്തെ വിജയി ആയിരിക്കോ? നമുക്ക് നോക്കാം. 26ന്റെ ഉള്ളിൽ. അയ്യോ, ഞാൻ അടച്ചു. ധനലക്ഷ്മി, ഇത് എന്താ കുട്ടിയെ? പക്ഷെ ധനലക്ഷ്മി ഞാൻ സമ്മതിച്ചിരിക്കുന്നു കേട്ടോ. കാരണം ഇതുവരെ സ്വർണ്ണ നാണയം കിട്ടിയിട്ടില്ലല്ലോ. ഒരു തവണ ശില്പയുടെ എപ്പിസോഡിൽ കിട്ടിയിട്ടുണ്ട് അല്ലേ? ഓ, സാരമില്ല. അപ്പൊ 2 തവണ ധനലക്ഷ്മിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പ്രൊഡ്യൂസർ പറയുന്നുണ്ട്. ആണോ? അടിപൊളി. ഓക്കെ, അപ്പൊ പിന്നെ ആ സ്വർണ്ണ നാണയമൊക്കെ കൊണ്ട് എവിടെയെങ്കിലും ഒക്കെ വെച്ചിട്ടേ അതിന്ന് സ്വർണ്ണ പൈസയൊക്കെ ആക്കിയിട്ട് അത് വെച്ച് പോത്തി സ്വർണ്ണമഹലിൽ പോയി കൂടുതൽ സ്വർണ്ണം നമ്മള് പൈസ എടുക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ ഓക്കെ ധനലക്ഷ്മി, അതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ടാറ്റാ, ബൈ. മറ്റൊരു സുഹൃത്താണ് ധനലക്ഷ്മി. ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ ഇവിടെ വെച്ച് മാത്രം വിളിച്ചാൽ കിട്ടുന്ന അതിയായ ഭാഗ്യമുള്ള, ഒരുപാട് ഭാഗ്യമുള്ള ഒരു ആളാണ് ധനലക്ഷ്മി. വിളിച്ചാലും കിട്ടും. 2 തവണ സ്വർണവും കിട്ടി.
ധനലക്ഷ്മിയുടെ ആ പേര് പോലെ തന്നെ നിറയെ ഐശ്വര്യമുള്ളൊരു ആളാണ്. ഓക്കെ ധനലക്ഷ്മി, അപ്പോൾ വീണ്ടും വിളിക്കുക കേട്ടോ. ധനലക്ഷ്മിക്ക് ഇത്തവണ സ്വർണ്ണം, എനിക്ക് ധനലക്ഷ്മിക്ക് സ്വർണ്ണം തരാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിന്ന് 2 സ്വർണ്ണം നാണയങ്ങളാണ് പോയത്. ബാക്കി എല്ലാവരും ഇനി ധാരാളം നമ്പേഴ്സ് പോകാറുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ സ്വർണ്ണം ഉണ്ടാവും. ആർക്കാണ് കിട്ടുന്നത് നമുക്ക് നോക്കാം. അടുത്ത കോളർ റെഡിയാണെന്ന് തോന്നുന്നു. ആരാണ് നമുക്ക് നോക്കാം. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? എന്താ പേര്? ശിവദാസൻ. എവിടുന്നാ വിളിക്കുന്നത്? എവിടുന്നാ വിളിക്കുന്നത്? പാലക്കാട്. ഓക്കെ ഓക്കെ, ശരി ശരി. അപ്പം പാലക്കാട് നിന്ന് ശിവദാസനാണ് വിളിക്കുന്നത്. എന്താ ചെയ്യുന്നത്? കുറച്ച് സീരിയസ് ആണെന്ന് തോന്നുന്നു. എന്താ ചെയ്യുന്നത്? ഞാൻ പെയിന്റിംഗ് ആണ്, ഹൗസ് പെയിന്റിംഗ്. ഓക്കെ, ഹൗസ് പെയിന്റിംഗ് ആണ്. വീട്ടിൽ ആരൊക്കെയാ ഉള്ളേ? വീട്ടില് ഭാര്യ, മോള്, അമ്മ. ഓക്കെ, ഒരു മോളാ ഉള്ളത് അല്ലേ? ഓക്കെ, മോളിങ്ങനെ ചെറിയ കുട്ടിയാണോ? 7 വയസ്സ്. 7 വയസ്സ്, എൻ്റെ മോൻ്റെ പ്രായം തന്നെ. ഓക്കെ, എന്താ മോളുടെ പേര്? എന്താ എന്താ? ദിവ്യദാസ്. ദിവ്യദാസ്. നിവ്യദാസ് അല്ലേ? ഓക്കെ, ശരി. അപ്പൊ നിവ്യ കുട്ടിക്ക് വേണ്ടി നമുക്കൊരു സ്വർണ്ണ നാണയം എന്ന് കിട്ടുമോ നോക്കാം. ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ ശിവദാസൻ. പറയൂ. 61. ദൈവം, ഈ 60 ആരും വിടില്ലേ? 61 ഉള്ളിൽ സ്വർണ്ണം ഉണ്ടോ നമുക്ക് നോക്കാം. ദേ ഇരിക്കുന്നു, തുറക്കാൻ പോവാ. ശിവദാസൻ കണ്ടോളൂ, നോക്കിക്കോളൂ. 61 ഉള്ളിൽ. അയ്യോ, സ്വർണ്ണം ഇല്ലല്ലോ. സാരില്ല. അയ്യോ, ഇങ്ങനെ വിഷമിക്കല്ലേ. സാരില്ല, വീണ്ടും വിളിക്കോ? അടുത്തതിൽ നോക്കാം. അത് തന്നെ. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം നമ്മളെ വിളിച്ചത് ശിവദാസനാണ്. ശിവദാസൻ 61 പറഞ്ഞത്. 61 ഉള്ളിൽ സ്വർണം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വെക്കാൻ പറ്റുന്നില്ലല്ലോ, നോക്കട്ടെ. ഓക്കെ, ശിവദാസൻ പറഞ്ഞത് 61. എല്ലാവരും ഈ 60കളിലാണ് കേട്ടോ. 61, 64, 65 ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പിങ്ക് ഒന്നും കയറുന്നില്ലല്ലോ ഇതിൽ. എന്താണ് പ്രശ്നം നോക്കട്ടെ ഞാൻ. ഓക്കെ, തൽക്കാലം നമുക്ക് ഇങ്ങനെ ഒന്ന് മറച്ച് വെക്കാം. ഇത്തിരി ഒന്ന് ചരിഞ്ഞിരിക്കുന്നു. ഒന്നും കൂടെ നമുക്ക് പരീക്ഷ നോക്കാം. ലാസ്റ്റ് വൺ, ഇത് കയറുമോ നമുക്ക് നോക്കാം. ഇതെങ്കിലും കയറണേ. അപ്പോൾ ഇതിൻ്റെ പ്രശ്നമല്ല, ഇതിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ 61 പോയി കഴിഞ്ഞു. നമുക്കത് മറയ്ക്കാൻ പറ്റുന്നില്ല. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. 61. ഓക്കെ, ശരി. നമ്മുടെ അടുത്ത കോളർ റെഡിയാണെന്ന് തോന്നുന്നു. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? പേര് പറയാമോ? ആതിര. എവിടുന്നാ വിളിക്കുന്നേ? പാറശാലയിൽ. എന്തൊക്കെയുണ്ട് വിശേഷം? പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്ക് രഹസ്യം പറയാം. 10,000 ആൾക്കാരെ കണ്ടുകൊണ്ടിരിക്കുന്നതിന് മുമ്പ് നമുക്ക് രഹസ്യം പറയാം. ശരി, ആതിര എന്ത് ചെയ്യുന്നു? ബികോം കഴിഞ്ഞ് നിൽക്കുകയാണ്. ശരി, അടുത്ത എന്താ പരിപാടി? അടുത്ത ഹയർ സ്റ്റഡീസിന് പോകണം. വെരി ഗുഡ്. അല്ലാതെ കല്യാണം കഴിക്കാൻ പരിപാടിയൊന്നും ഇല്ലല്ലോ ഇപ്പോൾ? നല്ല കാര്യം. അങ്ങനെ തന്നെ ആവണം കേട്ടോ. ഓക്കെ, ശരി. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ ആതിര. 37. ഓക്കെ, 37 ഉള്ളിൽ സ്വർണ്ണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നോക്കട്ടെ. 37. ഓക്കെ, ആതിര നോക്കട്ടെ എന്നാ. തുറക്കാൻ പോവാണ്. അയ്യോ, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്ന് അവർക്ക് പറയാൻ എന്ത് എളുപ്പമാണ് അല്ലേ? അതാണ്, നമ്മളാണ് ഈ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്തിരുന്ന് പറഞ്ഞാൽ മതിയല്ലോ, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നൊക്കെ. ഓക്കെ, ആതിര സാരമില്ല. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ചേട്ടനുണ്ട്. ഓക്കെ, ഇങ്ങനെ ചേട്ടൻ എങ്ങനെയാ? ഭയങ്കര പേടിപ്പിക്കലാണോ അനിയത്തിയെ? അങ്ങനെ പാവം ചേട്ടനല്ലേ? അനിയത്തിയാണ് ഇത്തിരി ബുദ്ധിമുട്ട് അല്ലേ? ശരി, ഓക്കെ ആതിര, താങ്ക് യു സോ മച്ച്. ഓക്കെ, വീണ്ടും വിളിക്കാം. ബൈ. ഓക്കെ, നമ്മളെ വിളിച്ചത് ആതിരയാണ്. ആതിര 37 പറഞ്ഞത്. അതിൻ്റെ ഉള്ളിൽ സ്വർണം ഉണ്ടായിരുന്നില്ല. നമ്മുടെ അടുത്ത കോളർ ആരാണ് നമുക്ക് നോക്കാം. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? രാജ്കുമാർ. എവിടുന്നാ വിളിക്കുന്നേ? ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ രാജ്കുമാർ? കഴിഞ്ഞ ആഴ്ച എന്തെങ്കിലും പ്രത്യേകമായ എന്തെങ്കിലും വിശേഷം ഉണ്ടോ ഞങ്ങളോട് ഉണ്ടായതായിട്ട് പറയാൻ? അതാണ് ഏറ്റവും വലിയ വിശേഷം. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ആഴ്ചയാണ് അടുത്ത വിശേഷം, വിളിച്ചു കിട്ടി എന്നുള്ളത് അല്ലേ? ഓക്കെ, ശരി. അപ്പൊ രാജ്കുമാർ ഇഷ്ടപ്പെട്ട നമ്പർ പറയൂ. 14 പറഞ്ഞിരിക്കുന്നത്. 14 സ്വർണ്ണമുണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ രാജ്കുമാർ, നോക്കാം. ഭയങ്കര സൈലൻസ് ആണോ വീട്ടില്? ആരൊക്കെ ഉണ്ട്? വീട്ടില് അമ്മയുണ്ട്, അനിയത്തിയുണ്ട്.
അമ്മയും അനിയത്തിയുണ്ട്. ഓക്കെ ശരി. അപ്പൊ 14 ഞാൻ തുറക്കാൻ പോവാ. അയ്യോ സ്വർണ്ണ ഇല്ല രാജ്കുമാർ. കുഴപ്പമില്ല. ഓക്കെ രാജ്കുമാർ അനിയത്തി ഉണ്ടെന്നല്ലേ പറഞ്ഞേ? അതെ. എന്താ അനിയത്തിയുടെ പേര്? അഭിരാമി. അഭിരാമി. രാജ്കുമാറും അഭിരാമി. ഓക്കെ ശരി. താങ്ക് യു സോ മച്ച് രാജ്കുമാർ. ടേക്ക് കെയർ. ബൈ. ശരി. അപ്പം നമ്മളെ വിളിച്ചത് രാജ്കുമാറാണ്. രാജ്കുമാർ എവിടെ നിന്നാണ് വിളിച്ചത്? ബാലരാമപുരമാണെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ ശരി. എന്തായാലും രാജ്കുമാറിന് സ്വർണം കിട്ടിയിട്ടില്ല. സാരില്ല രാജ്കുമാർ, അടുത്ത പ്രാവശ്യം വീണ്ടും വിളിക്കണം കേട്ടോ. അപ്പം ഇന്ന് നമുക്ക് 2 സ്വർണ്ണമാണ് ഇതുവരെ പോയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കാൻ മറക്കണ്ട. ഇതിൽ പറയാത്ത നമ്പർ വേണം മെസ്സേജ് അയക്കാൻ. 12:45 12:45 കഴിഞ്ഞ് അതുവരെ പറയാത്ത നമ്പേഴ്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതായിരിക്കും നമ്മൾ കണക്കിലെടുക്കുക. അതൊന്ന് മനസ്സിൽ ശ്രദ്ധിച്ചോണം കേട്ടോ. ഓക്കെ അപ്പം നമ്മുടെ അടുത്ത കോളർ. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണ വർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ഹലോ, ആ. ഞാൻ മന്യ. മന്യ. മന്യ എവിടുന്നാ വിളിക്കുന്നേ? ചവറയെന്നാ വിളിക്കുന്നത്. ചവറയെന്ന. ഓക്കെ. എന്തൊക്കെയുണ്ട് മന്യ? എന്താ ചെയ്യുന്നേ മന്യ? ഹൗസ് വൈഫാ. ഹൗസ് വൈഫ്. അപ്പൊ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് ഞാനും ഹസ്ബൻഡും പിന്നെ ഒരു കുഞ്ഞ്. ഒരു കുഞ്ഞു വാവയാണോ? കുഞ്ഞു വാവയാ. എത്രയായി? ഹലോ, എത്രയായി? എത്ര മാസം? 10 മാസം. 10? എന്റെ രണ്ടാമത്തെ ആളുടെ അതേ പ്രായമാണ്. എന്തൊക്കെ ചെയ്യപ്പോ? എന്നിട്ട് പിടിച്ചു നിക്കോ? പിടിച്ചൊക്കെ നിക്കുകയൊക്കെ ചെയ്യും. പിന്നെ പിടിക്കാതെ നിക്കാനും തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? അതെ അതെ അതെ. എന്താണ്, ആൺകുട്ടിയോ പെൺകുട്ടിയോ? ആൺകുട്ടിയാ. ആൺകുട്ടിയാണ്. എന്താ പേര് ചക്കരയുടെ? ആദികേഷ്. നല്ല ചട്ടമ്പിയാണോ? ഞാൻ ഒക്കെ പറയോ? എന്തൊക്കെ പറയും? ഭയങ്കര ചട്ടമ്പിയാ. ശരി. ഓക്കെ. അപ്പൊ ശരി, നമുക്ക് ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ. 13. അത് വളരെ ചുരുക്കം ആൾക്കാർ പറയുന്ന നമ്പർ ആണല്ലോ 13. ശരി. അപ്പൊ കുഴപ്പമില്ല, അങ്ങനെയൊന്നുമില്ല. നമുക്ക് 13 തുറന്നു നോക്കാം. ഓക്കെ, നോക്കിക്കോളൂ. അയ്യോ 13-നുള്ളിൽ സ്വർണ്ണം ഇല്ലല്ലോ മന്യ. ഇത് കഷ്ടല്ലേ? സാരില്ല, കൊറേ നേരം ട്രൈ ചെയ്തിട്ടാണോ കിട്ടിയേ? ശരി. എന്തായാലും ഞങ്ങളുടെ എല്ലാവരുടെയും പ്രത്യേക സ്നേഹം ആ കുഞ്ഞു വാവയ്ക്ക് കൊടുക്കണം കേട്ടോ. ശരി. താങ്ക് യു. ബൈ. ഹായ്. കൊള്ളാം. അപ്പം മഞ്ഞയ്ക്ക് ഒരു കുഞ്ഞു വാവയാട്ടോ. ആദികേഷ് എന്നാണ് തോന്നുന്നു പേര് പറഞ്ഞത്. അതെ. ഓക്കെ. അപ്പം മിടുക്കനായിട്ട് ആദികേഷ് വളരട്ടെ. നമ്മുടെ അടുത്ത കോളറിലേക്ക് നമുക്ക് കടക്കാം. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണ വർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? എന്റെ പേര് ജയൻ. ജയൻ എവിടുന്നാ വിളിക്കുന്നത്? ഓക്കെ. എന്ത് ചെയ്യുന്നു? കാർപ്പൻറ്റർ ആണ്. ഓക്കെ ശരി. അപ്പം ജയനും ഇതേപോലെ മുറി അടച്ചിട്ടിരുന്ന് സംസാരിക്കുകയാണോ? വീട്ടിൽ ബഹളം വെക്കാൻ ആരും ഇല്ലാത്തതാണോ? എന്താണ്? സ്വസ്ഥം, സുഖം, സമാധാനം അല്ലേ? ഒരു ഞായറാഴ്ച കൊണ്ട് വീട്ടുകാരെയൊക്കെ എങ്ങോട്ട് പാക്ക് ചെയ്തു? ഓക്കെ, നല്ല കാര്യം അല്ലേ? ഓക്കെ ശരി. അപ്പൊ ജയൻ ഇഷ്ടപ്പെട്ട നമ്പർ പറയോ? 31. ഓക്കെ. 31-നുള്ളിൽ സ്വർണം ഉണ്ടാവോ? നമുക്ക് നോക്കാം. ഞാൻ തുറക്കാൻ പോവാണേ, നോക്കിക്കോളൂ. അയ്യോ, അടുത്ത പ്രാവശ്യം വിളിക്കാൻ പറയണോ? സാറില്ല, ഇനി വിളിക്കോ ജയൻ? എങ്ങനെയാ ജയൻ, പാട്ട് പാടുവോ? അങ്ങനെ വെറുപ്പിക്കില്ല എന്നല്ലേ? ഓക്കെ. താങ്ക് യു സോ മച്ച് ജയൻ. അപ്പൊ അടുത്ത ആഴ്ച വിളിക്കൂ കേട്ടോ. ബൈ. ഓക്കെ. അപ്പം നമ്മളെ വിളിച്ചത് ജയനാണ്, കിളിമാനൂരിൽ നിന്ന്. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് ജയൻ. അടുത്ത ആഴ്ച വീണ്ടും വിളിക്കുക. സ്വസ്ഥമായിട്ട് വീട്ടിലിരുന്ന് TV ഒക്കെ കണ്ട് കുറച്ച് നേരം അങ്ങനെ ഇരിക്കൂ. വീട്ടുകാരൊന്നും ഇല്ലാത്ത സമയം സുഖമായിട്ടിരിക്കും. ചിലപ്പോൾ ഒക്കെ നമുക്ക് തോന്നില്ലേ ഒറ്റയ്ക്കൊന്നും ഇരിക്കാൻ പറ്റും? എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഓഫീസിലേക്ക് വണ്ടി ഓടിക്കുന്ന സമയം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒരു ബഹളവും ഇല്ല. വീട്ടിൽ കയറുമ്പോൾ തൊട്ട് ബഹളമാണ്, പല കൂട്ടം കാര്യങ്ങളാണ്. പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ നല്ല സുഖം. അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല. അപ്പം എൻജോയ് ദാറ്റ് മൊമെന്റ്. ഓക്കെ. അടുത്ത കോളർ. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണ വർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? എന്റെ പേര് പ്രതീഷ് എന്നാണ്. പ്രത്യൂഷ്. പ്രതീഷ് എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ്. ട്രിവാൻഡ്രത്ത് എവിടെയാ പ്രതീഷ്? ട്രിവാൻഡ്രത്ത് ആറ്റിങ്ങൽ. ഓക്കെ. എന്ത് ചെയ്യുന്നു? ഞാൻ കമ്പ്യൂട്ടർ സെന്റർ നടത്തുകയാണ്. ഓക്കെ. എങ്ങനെയാ, ധാരാളം സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടോ അവിടെ? കുഴപ്പമില്ല, അത്യാവശ്യം സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ. ഇപ്പൊ ഒരുപാട് എനിക്ക് തോന്നുന്നു
ഒരുപാട് പേര് ഇൻ ഡിമാൻഡ് ആയിട്ടുള്ള ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പൊ ആ പ്രോഗ്രാമിംഗ് ക്ലാസ്സസ് അങ്ങനെയൊക്കെയാണോ എടുക്കുന്നത്? പ്രോഗ്രാമിംഗ് കോഴ്സസ് ആണോ എടുക്കുന്നത്? എന്തൊക്കെയാണ് എടുക്കുന്നത്? പ്രോഗ്രാമിംഗ് കോഴ്സസ് ആണ് എടുക്കുന്നത്. അപ്പൊ ഇപ്പൊ ഒരുപാട് പുതിയ മറ്റേ മെഷീൻ ലേണിംഗും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടോ? അതൊക്കെ പഠിപ്പിക്കുന്നുണ്ടോ? കൂടുതലും ജോബ് ഓറിയന്റഡ് കോഴ്സാണ് ഒരുപാട് നമുക്ക് ഇവിടെ സ്റ്റുഡൻസ് ഉള്ളത്. പിന്നെ നമ്മൾ തന്നെ പ്ലേസ്മെന്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ടെക്നോ പാർക്കിലെ കമ്പനീസ് ഒക്കെ ആയിട്ട് സംസാരിക്കുന്നുണ്ടാവും അല്ലേ? അതെ തീർച്ചയായിട്ടും. ഓക്കെ ശരി. അപ്പൊ എന്തായാലും ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞാട്ടെ. നമ്പര് ആക്ച്വലി ഇവിടെ കറണ്ട് പോയായിരുന്നു. അപ്പൊ എനിക്ക് നമ്പർ ഇപ്പൊ ഏതൊക്കെ അവൈലബിലിറ്റി ഒന്നും അറിയാൻ വയ്യ. അല്ല കുഴപ്പമില്ല, ഏതെങ്കിലും നമ്പർ പറഞ്ഞു, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞോളാം. ഓക്കെ 22 ഉണ്ടോ? 22 ഉണ്ടല്ലോ, 22 എടുക്കാം. ഓക്കെ 22ന്റെ ഉള്ളിൽ സ്വർണ്ണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. 22 ഞാൻ തുറക്കാൻ പോവാണ്. അയ്യോ ഇല്ലല്ലോ പ്രതീക്ഷേ. ഇല്ല. ഓക്കെ അപ്പൊ വീണ്ടും വിളിക്കാം. വീണ്ടും വിളിക്കോ അതോ ചുമ്മാ പറയുള്ളോ? ഇല്ല തീർച്ചയായും വിളിക്കാം. ഞാൻ ഇതിന് മുമ്പത്തെ വിളിച്ചിട്ടുണ്ട്. ഓക്കെ വളരെ സന്തോഷം പ്രതീഷ്. വീണ്ടും പരിപാടി കാണുക, വിളിക്കുക. ഓക്കെ താങ്ക് യു പ്രതീഷ്. ബൈ. ഓക്കെ ബൈ. ഓക്കെ ഇന്നത്തെ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു കരിയർ ചോയ്സ് ആണ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ഏത് കരിയറിലേക്ക് പോകണം എന്നൊക്കെ ആദ്യം എല്ലാവരും ചിന്തിക്കുന്നത് ഓക്കെ പ്രോഗ്രാമിംഗ് എടുക്കാം. അപ്പോൾ പിന്നെ അതൊരു കമ്പ്യൂട്ടർ സെൻറ്റർ നടത്താൻ ഉദ്ദേശിച്ചത് വളരെ ബുദ്ധിപരമായ ഒരു തീരുമാനം തന്നെയാണ് അല്ലേ പ്രതീഷ്? ഓക്കെ നമ്മുടെ അടുത്ത കോളർ. ഹലോ പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? എന്റെ പേര് സോണി. സോണി എവിടെന്നാ വിളിക്കുന്നേ? ഞാൻ മാന്നാറൂന്നാ വിളിക്കുന്നത്. മാന്നാർ അല്ലേ? അതെ മാന്നാർ മത്തായി. ശരി, എന്ത് ചെയ്യുന്നു മാന്നാർ? ഞാനൊരു കൊറിയർ സർവീസ് വർക്ക് ചെയ്യാണ്. ഓക്കെ ശരി. അപ്പം സോണി ആരൊക്കെ ഉണ്ട് വീട്ടില്? പപ്പായുണ്ട്, അമ്മയുണ്ട്, മാവിയുണ്ട്. ആരാ? പപ്പാടെ പെങ്ങള്. ഓക്കെ ശരി. സോണി ഒരാളാണോ? വേറെ പെങ്ങന്മാരോ ആരുമില്ല? അല്ല, രണ്ട് പ്രദേശമുണ്ട്. അവര് ഗൾഫിലാണ്. സോണി എന്താ ഇവിടെ? എന്തോ സോണി മാത്രം എന്താ നാട്ടിൽ നിക്കണേ, ഗൾഫിൽ പോവാതെ നിക്കണേ? എന്തോ പപ്പായ്ക്ക് പ്രായമായി വയ്യാതിരിക്കുക, അതുകൊണ്ട് ഇവിടെ നാട്ടിൽ നിന്ന ഉത്തരവാദിത്വമുള്ള ഒരു മകനായിട്ട് നാട്ടിൽ നിന്നു അല്ലേ? ഓക്കെ സോണി ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞാട്ടെ. എനിക്ക് 35 ആണ് പറഞ്ഞിരിക്കുന്നത്. 35ന്റെ ഉള്ളിൽ സ്വർണ്ണമുണ്ടോ നോക്കാം സോണി. ഓക്കെ സോ ഞാൻ തുറക്കാൻ പോവാണ്, ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. ഓക്കെ 35. അയ്യോ അത്ര ശ്രദ്ധിക്കണ്ട കേട്ടോ, അതിൽ സ്വർണ്ണം ഇല്ല. സോണി എന്തൊക്കെയാണ് ചെയ്യുന്നത്? എന്തൊക്കെയാ ഹോബീസ്? എന്തൊക്കെയാ നൈസ്. ഓക്കെ നല്ല ആരും പറഞ്ഞു കേൾക്കാത്തൊരു കാര്യമാണ്, പക്ഷെ വളരെ ഹെൽത്തി ആയ ഒരു കാര്യമാണ്. സൈക്കിൾ ചവിട്ടി നല്ല ദൂരം ചുമ്മാ ഇങ്ങനെ ഒന്ന് കറങ്ങിയിട്ട് വരും അല്ലേ? നല്ല കാര്യം. എല്ലാം ഒന്ന് കാഴ്ചയൊക്കെ കണ്ടിട്ടിങ്ങ് വരും അല്ലേ? ആരെ കാണുന്ന കാര്യമാ പറഞ്ഞേ? ആരെ കാണാൻ പോകുന്ന കാര്യമാ പറഞ്ഞേ? ചുമ്മാ പ്രകൃതി ഭംഗി അല്ലേ? പ്രകൃതി ഭംഗി ആസ്വദിച്ചിട്ട്. ഓക്കെ ശരി സോണി, താങ്ക് യു സോ മച്ച്. ബൈ. സൈക്കിളൊക്കെ ഇങ്ങനെ ചവിട്ടി ഇങ്ങനെ പ്രകൃതി ഭംഗിയാട്ടോ, ആരും തെറ്റിദ്ധരിക്കരുത്. പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി പോകുന്നതാണ് സോണി എല്ലാ ദിവസവും സൈക്കിളും എടുത്ത്. ശരി, അപ്പോൾ എന്തായാലും സോണിയുടെ അച്ഛനും അമ്മയും തെറ്റിദ്ധരിക്കരുത്. വളരെ നല്ലൊരു പുത്രനെയാണ് കിട്ടിയിരിക്കുന്നത്. ഗൾഫിലൊന്നും പോവാതെ നിങ്ങളെ രണ്ടുപേരും നോക്കാൻ വേണ്ടി നാട്ടിൽ നിൽക്കുക. അപ്പോൾ നമ്മൾ അപവാദം ഒന്നും പറയാൻ പാടില്ല. ഓക്കെ ശരി. അപ്പോൾ നമ്മുടെ അടുത്ത കോളർ. ഹലോ പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? അജികുമാരി. എവിടുന്നാ വിളിക്കുന്നേ? ഓക്കെ എന്ത് ചെയ്യുന്നു? വീട്ടമ്മയാണോ? വേറെ എന്ത് ചെയ്യാനാണ് അല്ലേ? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് ഭർത്താവുണ്ട്, 2 മക്കളുണ്ട്. മക്കളൊക്കെ എങ്ങനെയാ? വലിയ കുട്ടികളാണോ? ഒരാള് ബികോം കഴിഞ്ഞ പോണു, ഒരാൾ ഇവിടെ ഇല്ല. ഓക്കെ ശരി. അപ്പൊ ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ ചേച്ചി. 30 ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ 30ന്റെ ഉള്ളിൽ സ്വർണം ഉണ്ടാവുമോ നമുക്ക് നോക്കാം. ഓക്കെ കാണാലോ, തുറക്കട്ടെ. അയ്യോ 30നുള്ളിൽ സ്വർണം ഇല്ലല്ലോ അജികുമാരി ചേച്ചി. കുഴപ്പമില്ല, സാരില്ല. എന്താണ് ഇന്ന് ഞായറാഴ്ച ആയിട്ട് വീട്ടില് പ്രത്യേകത? ഒന്നുമില്ല. ഓക്കെ ശരി. അപ്പൊ താങ്ക് യു സോ മച്ച്. വീണ്ടും വിളിക്കുക. ടേക്ക് കെയർ. ബൈ. ഭയങ്കര ചിരിയാണ് കേട്ടോ ചേച്ചി. എന്ത് പറയുമ്പോഴിങ്ങനെ ചിരിയാണ്. വീട്ടമ്മയാന്ന് പറഞ്ഞപ്പോൾ അതിയായ സന്തോഷം, ഭയങ്കര ചിരിയായിരുന്നു. വളരെ സന്തുഷ്ടയായ ഒരു വീട്ടമ്മയാണെന്ന് തോന്നുന്നു. ഓക്കെ ശരി. അപ്പോൾ നമ്മുടെ അടുത്ത കോളർ ആരാണ് എന്ന് നമുക്ക് നോക്കാം. വാട്സാപ്പിൻ്റെ കാര്യം ആരും മറക്കണ്ട, മെസ്സേജ് അയയ്ക്കുക. അതിലേക്ക് ഒരിക്കലും വിളിക്കരുത്, വിളിക്കേണ്ട നമ്പർ അല്ല അത്.
അപ്പോൾ മെസ്സേജ് അയക്കേണ്ട മാത്രമായിട്ടുള്ളൊരു നമ്പറാണ്. അപ്പോൾ മെസ്സേജ് അയക്കുക. 12:45 വരെ സമയമുണ്ട്. അപ്പോൾ 12:45 ആകുമ്പോൾ ഞാൻ പറയാം. അതുവരെ നിങ്ങൾക്ക് സമയമുണ്ട്. ഓക്കെ, അടുത്ത കോളർ. ഹലോ, ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ഞാൻ ഷീന. ഷീന, എവിടെന്നാ വിളിക്കുന്നേ? ഞാൻ ഇലന്തൂര്. എവിടെ? പത്തനംതിട്ട. ഇലന്തൂർ. ഓക്കെ ഓക്കെ, ശരി. അപ്പം ഷീന ഇതിന് മുൻപ് വിളിച്ചിട്ടുണ്ടോ? സ്വർണ്ണവർഷം കാണാറുള്ള ആളാണോ? കാണാറുണ്ട്. വിളിച്ചിട്ടില്ല. ഇന്ന് ആദ്യമായിട്ട് വിളിച്ചു, കിട്ടി അല്ലേ? അപ്പൊ ഇനി അടുത്ത സ്വർണ്ണ നാണയം കൂടെ കിട്ടുമെന്ന് നമുക്ക് നോക്കണ്ടേ? ശരി, ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ ഷീന. 61 ആണോ? 61 പോയതാ. എനിക്ക് അടയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് അതിങ്ങനെ തുറന്നിരിക്കുന്നതാ. സോറി, 61 അല്ലേ പറഞ്ഞത്? അത് പോയതാ ഷീന. വേറൊരു നമ്പർ പറയോ? 61 അല്ലെങ്കിൽ 51, അതും അല്ലെങ്കിൽ 41. 31 പോയതുകൊണ്ട് അതില്ല. ശരി, 51 ഞാൻ തുറക്കട്ടെ? നോക്കിക്കോളൂ. അയ്യോ ഷീന, ഇതില് സ്വർണ്ണ ഇല്ല. സാരില്ല, വിഷമിക്കേണ്ട. 61 സ്വർണ്ണം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നഷ്ടമൊന്നുമില്ല കേട്ടോ. സാരില്ല. ഷീന വീണ്ടും വിളിക്കോ? താങ്ക് യു സോ മച്ച് ഷീന. ടേക്ക് കെയർ. ബൈ. ശരി, അപ്പൊ ഷീന ആദ്യം 61 പറഞ്ഞ. 61 നമുക്ക് ഒന്നുകൂടെ ഒന്ന് ശ്രമിച്ചു നോക്കാം കേട്ടോ. അടയ്ക്കാൻ പറ്റുമെന്ന്. അതെന്താ അതിന് മാത്രം ഇത്ര അഹങ്കാരം അല്ലേ? ബാക്കി എല്ലാത്തിനും അടയ്ക്കാൻ പറ്റുമെങ്കിൽ ഇതിന് മാത്രം എന്താ? കയറിപ്പോയേ. അതാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? അംബിക, എന്താ ചെയ്യുന്നേ? അംബിക, മനസ്സിലായി. ടിവിയുടെ വോള്യൂം കുറയ്ക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും മുറിയിൽ പോയി. ടിവിയുടെ വോള്യൂം കുറച്ചിട്ടാണോ ഞങ്ങൾക്ക് ഇവിടെ തിരുവനന്തപുരം വരെ കേൾക്കാവുന്നത് എന്റെ സൗണ്ട്? ഇപ്പൊ ഓക്കെ അല്ലേ? എന്റെ പൊന്ന് അംബിക, എനിക്ക് കേൾക്കാലോ എന്റെ സൗണ്ട്. പിന്നെ എങ്ങനെയാ ടിവിയുടെ വോള്യൂം കുറച്ചു എന്ന് പറയുന്നത്? കള്ളം പറയുന്നുണ്ടോ? അംബിക, ഓക്കെ ശരി. അംബിക, ഇഷ്ടപ്പെട്ട നമ്പർ പറയൂ. അത് പെട്ടെന്നാണ് ഉത്തരം. ഓക്കെ, 67. 67 ഉള്ളിൽ സ്വർണ്ണം ഉണ്ടോ നോക്കാം. ഓക്കെ ഓക്കെ, 67 ഞാൻ തുറക്കാൻ പോവാണ്. നോക്കിക്കോളൂ അംബിക. അയ്യോ അംബിക, സ്വർണ്ണമില്ല. സോറി, എന്റെ സോറി പറഞ്ഞ എന്തിനാ? ഇനി വിളിക്കാം. അതാണ് കേട്ടോ. ഇനി വിളിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ. അപ്പം ഇപ്പൊ കിട്ടിയല്ലോ, കണ്ടോ? അപ്പോഴേ നമുക്ക് നേരെ 61ന്റെ പ്രശ്നമല്ലായിരുന്നു കേട്ടോ. എനിക്ക് തോന്നി ഇതിന്റെ പ്രശ്നമായിരുന്നു. നമുക്ക് 67 അടയ്ക്കാൻ പറ്റുമല്ലോ, ഒന്ന് നോക്കട്ടെ. ഇപ്പൊ ഓക്കെ, ശരി. അപ്പൊ 67 പറഞ്ഞത്. 67ന്റെ ഉള്ളിൽ സ്വർണ്ണ നാണയം ഉണ്ടായിരുന്നില്ല. അംബിക ചേച്ചിയാണ് വിളിച്ചത്. എനിക്ക് കുറച്ചും കൂടെയൊക്കെ സംസാരിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ടിവിയുടെ വോള്യൂം കൂട്ടി വെച്ചിട്ട് കുറച്ചൊന്ന് പറഞ്ഞത് എങ്ങനെ ശരിയാവും? എനിക്ക് തന്നെ കേൾക്കാം എൻ്റെ സൗണ്ട്. അപ്പോൾ അവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ ഇവിടെ ശ്രദ്ധിക്കും. അപ്പം നമുക്ക് ലാഗ് വരും. നമുക്ക് അത്രയും ടൈം എടുക്കാൻ പറ്റില്ല. അതാണ് കേട്ടോ. സാരില്ല, അടുത്ത പ്രാവശ്യം വീണ്ടും വിളിക്കും. ഓക്കെ, അടുത്ത കോളർ. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? അനന്തു. എവിടുന്നാ അനന്തു വിളിക്കുന്നേ? ആലപ്പുഴ. ശരി ശരി. ആലപ്പുഴയില് എവിടെയാ? ആലപ്പുഴ തോട്ടപ്പള്ളി. ശരി, ഓക്കെ. അപ്പം അനന്തു എന്താ ചെയ്യുന്നേ? പഠിക്കുകയാണോ, ജോലി ചെയ്യാണോ? ഞാൻ കൃഷിമേലെ. എന്താ? തടിപ്പണിക്കാരനാണോ? കടലിൽ പോകുന്ന. ഓ, അത് ശരി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇപ്പൊ നല്ലോണം സൂക്ഷിച്ചൊക്കെയല്ലേ ചെയ്യണത്, മഴയൊക്കെ ഉള്ളതുകൊണ്ട്? പക്ഷെ മഴയുണ്ട് പാലപ്പുഴയൊക്കെ. എങ്ങനെയാ? അപ്പം നല്ല സ്വന്തമായിട്ട് സുരക്ഷിതമായിട്ടൊക്കെ ചെയ്യണം കേട്ടോ കാര്യങ്ങള്. കടലിലൊക്കെ പോകുമ്പോൾ നിങ്ങളൊക്കെയാണ് ഞങ്ങളുടെ എന്താ പറയുക, നമ്മുടെ വലിയ പ്രളയമൊക്കെ വന്നപ്പോൾ നിങ്ങളൊക്കെയാണ് കേരളത്തിനെ ഉയർത്തിയത്. അപ്പം നിങ്ങളുടെ സുരക്ഷ ഞങ്ങൾക്കും വളരെ, ഞങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നും നിങ്ങളെ പോലെയുള്ളവരുണ്ട്. ഓക്കെ, അപ്പൊ സുരക്ഷിതമായി ഒക്കെ പോയി വരിക കടലിൽ. ഓക്കെ, ശരി. ഇഷ്ടപ്പെട്ട നമ്പർ പറയൂ. 49 ഉണ്ടല്ലോ, തരാലോ. അത് കൊള്ളാം, എന്തൊരു ചോദ്യം. അപ്പൊ 49ന്റെ ഉള്ളിൽ സ്വർണം ഉണ്ടോ നമുക്ക് നോക്കാം. സ്വർണം തരുന്ന കാര്യത്തിൽ എനിക്കറിയില്ല. 49 തരാം. 49ന്റെ ഉള്ളിൽ സ്വർണം ഉണ്ടോ നമുക്ക് നോക്കാം. നോക്കിക്കോളൂ. സ്വർണം ഇല്ലല്ലോ. എന്തൊരു കഷ്ടമാ അല്ലേ? സാരില്ല. നേരത്തെ വിളിച്ചിട്ട് കിട്ടാതിരുന്നോ?
അതെ, സാരമില്ല, വീണ്ടും വിളിക്കൂ, കിട്ടും. ചിലർക്കൊക്കെ ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ടൊക്കെ കിട്ടാറുണ്ട്. ശ്രമിച്ചുകൊണ്ടിരിക്കൂ കേട്ടോ. ഇനി അടുത്ത ആഴ്ച. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ. ഓക്കെ, വളരെ ബഹുമാനം തോന്നി അത് പറഞ്ഞപ്പോൾ. ഇത്രയും മഴയത്ത് നമ്മളൊക്കെ ഞാൻ ആലോചിക്കായിരുന്നു, ഇവരോടൊക്കെ സംസാരിക്കുമ്പോഴും ഇവരെ പറ്റി ആലോചിക്കുമ്പോഴാണ് നമ്മൾ എത്ര ചെറുതാണെന്ന് നമുക്ക് തോന്നുന്നത്. കാരണം നമുക്കൊരു മഴയൊന്ന് പെയ്തു തുടങ്ങി ഉടനെ കുട വേണം, അത് വേണം, ഇത് വേണം. പക്ഷെ ഇവരൊക്കെ കടലിൽ പോയി എന്താ പറയുക, അതവർ എൻജോയ് ചെയ്തവർ ചെയ്യാണ്. എന്തൊക്കെ പ്രകൃതിയുടെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ച് മറ്റുള്ളവരുടെ ജീവൻ കൂടി രക്ഷിക്കാൻ കെൽപ്പുള്ള രീതിയിലാണ് അവരുടെ ജോലി ചെയ്യുന്നത്. അത് ശരിക്കും വളരെ ബഹുമാനാർഹമായ ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ വീണ്ടും വിളിക്കുക. അടുത്ത കോളർ. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? കോള് കട്ടായോ? പേര് പറയാമോ? കോള് കട്ടായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പം എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോൾസിൽ മാത്രമല്ല വാട്സാപ്പിലൂടെയും നിങ്ങൾക്ക് സ്വർണ്ണ നാണയങ്ങൾ നേടാം. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് 2 പേർക്ക്, അത് നമുക്ക് അടുപ്പിച്ച് 2 കിട്ടിട്ടോ. ആദ്യത്തെ കോളറിനും കിട്ടി, പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടും കൂടി ഒരാൾക്കും കൂടി കിട്ടി. അത് കഴിഞ്ഞിട്ട് ആർക്കും കിട്ടിയിട്ടില്ല. എന്നുവെച്ചാൽ ബാക്കി സ്വർണ്ണമൊക്കെ ഇതിനുള്ളിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പം ഇനി വിളിക്കുന്നവർക്ക് അത് കിട്ടും. പക്ഷേ ഇനി എനിക്ക് തോന്നിയാൽ ഇന്ന് വാച്ച് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് സമയം കൂടെ ബാക്കിയുള്ളൂ. എനിക്ക് കിട്ടുന്നില്ല, ഓഡിയോ കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ വാട്സാപ്പിനുള്ള സമയം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. 12:45 വരെയുള്ള മെസ്സേജ് മാത്രമേ നമ്മൾ നോക്കുകയുള്ളൂ. അപ്പോൾ ഇനി ആരും ആ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യോ വിളിക്കാൻ ഒരിക്കലും പാടില്ല. ഓക്കെ, വാട്സാപ്പ് ചെയ്യേണ്ട നമ്പറായിരുന്നു അത്. അതിൽ വാട്സാപ്പ് മെസ്സേജ് എല്ലാം നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി അത് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ആരും ആ നമ്പറിലേക്ക് വെറുതെ മെസ്സേജ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത കോളർ റെഡിയാണെന്ന് തോന്നുന്നു. ആരാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത കോളിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമുക്ക് ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം. ആടിമാസം സന്തോഷത്തിന്റെയും ആവേശത്തിന്റെയും കാലമാണ്. പോത്തി സ്വർണ്ണമഹലിൽ ആടി പ്രത്യേക ഡിസ്കൗണ്ട് സെയിൽ. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 25 മുതൽ 50% വരെ വിലക്കുറവ്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റ് ഒന്നിന് 10,000 രൂപ വിലക്കുറവ്. വെള്ളി ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ വിലക്കുറവ്. ഈ ആടിമാസം പോത്തി സ്വർണ്ണമഹലിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങൂ, സന്തോഷത്തെയും സൗഭാഗ്യത്തെയും വരവേൽക്കൂ. പോത്തി സ്വർണ്ണമഹൽ, ഇത് സമൃദ്ധിയുടെ പരിപൂർണത. വീണ്ടും സ്വാഗതം പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക്. നമ്മൾ ബ്രേക്കിന് ശേഷം വീണ്ടും എത്തിയിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ 2 കോളേഴ്സിനാണ് സ്വർണ്ണ നാണയങ്ങൾ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് കോൾസും കൂടി എടുക്കാനുള്ള സമയമുണ്ട്. അതിലും കൂടി കിട്ടിയില്ലെങ്കിൽ ഞാൻ ലാസ്റ്റിൽ കാണിച്ചു തരാം. വേറെ സ്വർണ്ണം ഇരിക്കുന്ന എല്ലാം ഒന്നും കാണിച്ചു തരില്ല, കുറച്ചൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ അടുത്ത കോളർ റെഡിയാണെന്ന് തോന്നുന്നു. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? കോൾ ആവുന്നതേ ഉള്ളൂ, കോൾ കണക്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനി ആരും പറഞ്ഞ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യാതിരിക്കുക. കാരണം 12:45 വരെയായിരുന്നു സമയം. അപ്പം പലരും, എനിക്ക് തോന്നുന്നു, നമ്മൾ ഈ ടി വിയിലുള്ള ലൈവ് പ്രോഗ്രാമിൻ്റെ ഒരു ചെറിയൊരു ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാർ പല സമയത്തായിരിക്കും ഈ ചാനൽ മാറ്റി AC വന്ന് നിർത്തുന്നത്. ഏതെങ്കിലും ഒരു ചാനൽ ഫുൾ ടൈം കാണുന്നവർ കുറവല്ലേ, അപ്പം മാറ്റി വരുന്നത്. അപ്പോഴായിരിക്കും ഓക്കെ ഇങ്ങനൊരു നമ്പറുണ്ട് എങ്കിൽ അതിലേക്ക് വിളിക്കാമെന്ന് വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്, ആ നേരത്തെ പറഞ്ഞ നമ്പറിലേക്ക് നിങ്ങൾ ആരും വിളിക്കരുത്, ഇനി മെസ്സേജും അയക്കരുത്. കാരണം അതിലുള്ള വാട്സാപ്പ് മെസ്സേജസ് എല്ലാം നമ്മൾ എടുത്തു കഴിഞ്ഞു. ഓക്കെ, നമ്മുടെ അടുത്ത കോളർ റെഡിയാണ്. ആരാണെന്ന് നോക്കാം. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ശരത് കുമാർ അല്ല, സനൽ കുമാർ. ശരൺ കുമാർ. എവിടെന്നാ വിളിക്കുന്നേ? സനൽ കുമാർ. ശരൺ അല്ലേ? എനിക്കറിയാം. അല്ല, എനിക്ക് പേര് മനസ്സിലായി. ശരൺ കുമാർ. എവിടെന്നാ വിളിക്കുന്നേ? ഹലോ, എവിടെന്നാ വിളിക്കുന്നേ ശരൺ? പാലക്കാട്. എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യാണ്. ശരി, അപ്പൊ ഞായറാഴ്ച കടയൊക്കെ ക്ലോസ്ഡ് ആണോ? കടയില്ല. ഓക്കെ, ശരി. അപ്പൊ ശരൺ ഇഷ്ടപ്പെട്ട നമ്പർ പറയൂ. സ്ക്രീൻ ഞങ്ങൾ കാണിക്കണോ? എങ്ങനെ ഞങ്ങൾ കാണിക്കും? ഇപ്പൊ കാണാലോ, ഇല്ലേ? 54 ശരൺ പറഞ്ഞിരിക്കുന്നത്. വളരെ കോൺഫിഡന്റ് ആണല്ലോ. എന്താണ് ഈ 54 പിന്നിലുള്ള കഥ?
54 ഞാൻ തുറക്കാം. ഓക്കെ, കഥയൊന്നും പറയാൻ സമയമില്ല, ഒന്ന് തുറന്നു തരുമെന്ന്. ഓക്കെ, 54 ഞാൻ തുറക്കാൻ പോവാണ്. നോക്കിക്കോളൂ. അയ്യോ, 54-നുള്ളിൽ സ്വർണ്ണം ഇല്ല ശരൺ. ശരൺ കേട്ടോ, കണ്ടോ, മനസ്സിലായോ പറഞ്ഞത്? 54-നുള്ളിൽ സ്വർണ്ണം ഇല്ല. എനിക്കിന്ന് ശരണിന്റെ കോള് കട്ടായി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. 54-നുള്ളിലും സ്വർണ്ണം ഇല്ല. ഇന്നിപ്പോൾ വന്നിരിക്കുന്ന കോളേഴ്സ് ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്തിരിക്കുന്നത് 60കളാണ്. കണ്ടോ, 61, 64, 65, 67, 69. 5 കോളേഴ്സ് 60കളിൽ ചൂസ് ചെയ്തിട്ടുണ്ട് നമ്പർ. ബാക്കിയെല്ലാം വളരെ ചുരുക്കമാണ്. ചൂസ് ചെയ്യാത്ത ഒരു റോയും ഇല്ല, എല്ലാ റോയിലും ചൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഏറ്റവും കുറച്ചെടുത്തിരിക്കുന്നത് ഈ 50കളും, അതായത് 3 പോയിട്ടുള്ളൂ. ഓക്കെ, ഇനി അതിലുണ്ടാവുമോ സ്വർണ്ണം നമുക്ക് നോക്കാം. അപ്പം അടുത്ത കോളർ കണക്ട് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ് പേര് പറയാമോ? ശ്രീകല. ശ്രീകല എവിടുന്നാ വിളിക്കുന്നേ? പൂജപ്പുര, തിരുവനന്തപുരം. പൂജപ്പുര. ഓക്കെ, എന്താ ചെയ്യുന്നത് ശ്രീകല? ഞാനിപ്പോ ഒന്നും ചെയ്യുന്നില്ല, വയസ്സായി റിട്ടയർ ചെയ്തിരിക്കുകയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. എന്തായിരുന്നു, എവിടെയായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് മാഡം? ഞാൻ സ്കൂളിൽ ടീച്ചറായിരുന്നോ? പ്രിൻസിപ്പൽ? അതെ. ഓക്കെ, ശരി. അപ്പം എത്ര നാളായി റിട്ടയർ ആയിട്ട്? ഇപ്പം 3 വർഷമായി. 3 വർഷം. എങ്ങനെയാണ് ഇപ്പൊ സ്കൂളിലെ കുട്ടികളുടെ, കാരണം റിട്ടയർ ആവുന്ന പറയുമ്പോൾ എത്രയോ വർഷങ്ങളിലെ കുട്ടികളെ കാണുന്നതാണ്. ഇപ്പൊ നല്ല മാറ്റമില്ലേ സ്കൂളിലെ കുട്ടികളുടെ പെരുമാറ്റത്തിലും ഒക്കെ, അല്ലേ? അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്താ തോന്നുന്നത് ടീച്ചറിന് തോന്നുന്ന മാറ്റം? കറക്റ്റ് ആയിരിക്കും, നമുക്കൊക്കെ വളർന്നു വരുന്ന പണ്ട് കുട്ടികളെ വഴക്ക് പറയാ അതൊക്കെ ചെയ്യാമായിരുന്നു, ഇപ്പൊ അതൊന്നും പാടില്ല. ഇപ്പൊ വഴക്ക് പറഞ്ഞാൽ അപ്പം പ്രശ്നമാണ്, വീട്ടിൽ നിന്ന് കോള് വരും, അല്ലേ? അതാണ്. ഓക്കെ, അപ്പൊ ശരി, ഇഷ്ടപ്പെട്ട നമ്പർ പറഞ്ഞോളൂ മാഡം. 59 പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 59-നുള്ളിൽ സ്വർണ്ണമുണ്ടോ നമുക്ക് നോക്കാം. നോക്കിക്കോളൂ. 59 ഞാൻ തുറക്കാൻ പോവാണ്. ഓക്കെ, 59. ടീച്ചറിന്റെ കൂടെ ഇപ്പം ആരൊക്കെ ഉണ്ട് വീട്ടില്? ഹസ്ബൻഡ്, മോനും വൈഫും ഉണ്ട്. ഓക്കെ, ശരി. അപ്പൊ എല്ലാവർക്കും വേണ്ടി നമുക്ക് 59-ൽ സ്വർണ്ണം ഉണ്ടോ എന്ന് നോക്കാം. കൺഗ്രാറ്റുലേഷൻസ്, സ്വർണ്ണം ഉണ്ടല്ലോ. ഹാപ്പിയായി അല്ലേ? ഞങ്ങളും വളരെ വളരെ ഹാപ്പിയായി. കാരണം ഈ ഞങ്ങളുടെ ഇന്നത്തെ 3ാമത്തെ സ്വർണ്ണമാണിത്. 59-നുള്ളിൽ സ്വർണ്ണം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇനി പരിപാടി അവസാനിക്കുന്നതിന് മുൻപ് ഒരു തവണയും കൂടെ സ്വർണ്ണം പോകുമെന്ന് ഞങ്ങൾക്കൊരു തോന്നി, മനസ്സിൽ ഒരാൾക്കും കൂടെ കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നി. അപ്പൊ എന്താണ് ഈ സ്വർണ്ണം കൊണ്ട് ചെയ്യാൻ പോകുന്നത്? സ്വർണ്ണല്ലേ, സ്വർണ്ണം കൊണ്ട് എന്താ ചെയ്യാനില്ലാത്തല്ലേ? ശരി, അപ്പൊ 59 നമുക്ക് അടയ്ക്കാൻ പറ്റില്ല, അത് അവിടെ ഇരിക്കട്ടെ. ഓക്കെ, അപ്പൊ എന്തായാലും സന്തോഷിക്കൂ. ഇന്ന് ഞായറാഴ്ചയായിട്ട് ഈ ഒരു വലിയ ഭാഗ്യം എല്ലാവരും കൂടെ ആഘോഷിക്കൂ കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് 3ാമത്തെ സ്വർണ്ണമാണ് പോയിരിക്കുന്നത്. 3ാമത്തെ സ്വർണം കിട്ടിയിട്ടുള്ളത് നമ്മുടെ ടീച്ചർക്കാണ് കേട്ടോ. അടുത്തൊരു കോളർ റെഡിയാണ്. ആരാണ് നമുക്ക് നോക്കാം. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ചിത്ര. ചിത്ര എവിടുന്നാ വിളിക്കുന്നേ? മിത്ര. മിത്രയും ചിത്രയൊക്കെ ഒന്ന് തന്നെയാ. മിത്ര, ശരി. മിത്ര എന്താ ചെയ്യുന്നേ? എനിക്ക് കേൾക്കണില്ല, ഇത്രയും കൂടെ ഉറക്കെ പറയൂ മിത്ര. രാവിലെ ഭക്ഷണം കഴിച്ചില്ല? എന്നിട്ട് പിന്നെ എവിടെ പോയി ആരോഗ്യമൊക്കെ? മിത്ര എന്താ ചെയ്യുന്നേ മിത്ര? കേട്ടില്ല. ചുമ്മാതിരിക്കാന്ന് എനിക്ക് മനസ്സിലായത്. ഞായറാഴ്ചയല്ലേ, നാളെ മുതൽ എന്തെങ്കിലും ചെയ്യണ്ടേ? അതെന്താ ചെയ്യണേ? ഒന്നുമില്ല, അങ്ങനെയല്ല മിത്ര. മിത്ര കല്യാണം കഴിച്ചോ, പഠിക്കുകയാണോ, കൊച്ചുകുട്ടിയാണോ? ഇതറിയാൻ വേണ്ടിയാ ഞാൻ ചോദിക്കണേ. ചുമ്മാ ഇരുന്ന് TV കണ്ടോണ്ടിരിക്കുന്ന കുട്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ശരി. അപ്പൊ മിത്രക്കുട്ടി ഇഷ്ടപ്പെട്ട നമ്പർ പറയൂ. 48. ഓക്കെ, 48-ന്റെ ഉള്ളിൽ സ്വർണം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, മിത്ര വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മയും അനിയത്തി അമ്മൂമ്മയൊക്കെ ഉണ്ട്. അനിയത്തി എന്താ ചെയ്യുന്നേ? ഓക്കെ, ശരി. അപ്പം 48 ഞാൻ തുറക്കാൻ പോവാൻ. നോക്കിക്കോളൂ. അയ്യോ മിത്ര, 48-നുള്ളിൽ സ്വർണം ഇല്ലല്ലോ. മിത്രക്കുട്ടി ഹാപ്പി ആയിട്ടിരിക്കൂ. അടുത്ത പ്രാവശ്യം വീണ്ടും വിളിക്കണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പം ഇന്ന് നമുക്ക് 3 സ്വർണ്ണ നാണയങ്ങളാണ് പോയിട്ടുള്ളത്.
അത് കോൾ വഴി കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് വാട്സാപ്പിൽ ധാരാളം ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പലരും കോൾസിലൂടെ ഓൾറെഡി പറഞ്ഞ നമ്പേഴ്സ് തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഇതെല്ലാം നമ്മളൊന്ന് ഫിൽറ്റർ ചെയ്ത് മാറ്റി വെച്ച അവസാനം നമ്മൾ ഒരാളിലേക്ക് നമ്മൾ ചുരുക്കിയിട്ടുണ്ട്. ആരായിരിക്കും അത്? ആരായിരിക്കും? എനിക്കറിയാം എല്ലാവരും നോക്കിയിരിക്കുക, ദൈവമേ നമ്മളായാൽ മതിയായിരുന്നു ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാളെയാണ്, ചിലപ്പോൾ നമുക്ക് ഇതിന് ഒരാളിൽ കൂടുതൽ അധികം ആൾക്കാർ നമുക്ക് കിട്ടാറുണ്ട്. പക്ഷേ ഇന്ന് ഒരാളാണ് നമുക്ക് വിന്നറായിട്ടുള്ളത്. അതാരാണെന്ന് വെച്ചാൽ എറണാകുളത്ത് നിന്നുള്ള വ്യക്തിയാണ് കേട്ടോ. അപ്പോൾ എറണാകുളത്ത് നിന്ന് മെസ്സേജ് അയച്ചവരെല്ലാവരും ഇപ്പോൾ ഇങ്ങനെ ആകാംക്ഷയോട് നോക്കിയിരിക്കുകയാണ്. എറണാകുളത്ത് നിന്നും രജനിക്കാണ് സ്വർണ്ണനാണയം കിട്ടിയിരിക്കുന്നത് വാട്സാപ്പ് വഴി. കൺഗ്രാറ്റുലേഷൻസ് രജനി. ഓ, രജനി അവിടെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണോ? ഓക്കെ, രജനി പറഞ്ഞിരിക്കുന്ന നമ്പർ ഏതാണെന്ന് കൂടെ ഞാൻ പറയാം. നമ്പർ 21 കേട്ടോ. ഇപ്പം 21 ഇതായിരിക്കുന്നു. 22 ആരോ പറഞ്ഞു, പക്ഷെ 21 പറഞ്ഞില്ല. 21 കണ്ടോ, 21ൻ്റെ ഉള്ളിൽ സ്വർണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ രജനിക്ക് കോൾ വിളിച്ച് കിട്ടിയിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ രജനിക്ക് ഈ സ്വർണം കോൾ വഴി കിട്ടുമായിരുന്നു. പക്ഷേ അത് കണ്ടോ, വാട്സാപ്പിലൂടെയാണ് രജനിക്ക് ഭാഗ്യം. സോ കൺഗ്രാറ്റുലേഷൻസ് രജനി. അടുത്ത പ്രാവശ്യം വിളിക്കാൻ നോക്കുക, ഒന്ന് വിളിച്ച് സംസാരിക്കാൻ നോക്കുക. ഓക്കെ, ഇപ്പോൾ രജനി നമ്പറിലേക്ക് നമ്മൾ ഇവിടെ നിന്നൊരു കോൾ വരും. അഡ്രസ്സൊക്കെ നല്ല കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുക. സ്വർണ്ണ നാണയം നിങ്ങളുടെ വീട്ടിലേക്ക് എത്തും. ഓക്കെ, സോ അതോടുകൂടി നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. ഇന്ന് എനിക്ക് തോന്നുന്നു 3 പേർക്കാണ് സ്വർണ്ണം കിട്ടിയത്, പ്ലസ് ഒരാൾക്ക് വാട്സാപ്പിലൂടെയും കിട്ടിയിട്ടുണ്ട്. നല്ല എപ്പിസോഡായിരുന്നു, എനിക്ക് സന്തോഷമായി. ഓക്കെ, അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും ഞങ്ങൾ എത്തും. ഇതേപോലെ ധാരാളം സ്വർണ്ണ നാണയങ്ങളുമായി എത്തും. നിങ്ങൾ ഇതേപോലെ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, നിറയെ സ്നേഹം തരിക, വിളിക്കുക, മെസ്സേജ് അയക്കുക. അതുവരെ ദിസ് ഇസ് ദീപ രാഹുൽ ഈശ്വർ സൈനിങ് ഓഫ്. ചൗ. ആടിമാസം സന്തോഷത്തിന്റെയും ആവേശത്തിന്റെയും കാലമാണ്. പോത്തീസ് സ്വർണ്ണമഹലിൽ ആടി പ്രത്യേക ഡിസ്കൗണ്ട് സെയിൽ. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 25 മുതൽ 50% വരെ വിലക്കുറവ്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റ് ഒന്നിന് 10,000 രൂപ വിലക്കുറവ്. വെള്ളി ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ വിലക്കുറവ്. ഈ ആടിമാസം പോത്തീസ് സ്വർണ്ണമഹലിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങൂ, സന്തോഷത്തെയും സൗഭാഗ്യത്തെയും വരവേൽക്കൂ. പോത്തീസ് സ്വർണ്ണമഹൽ, ഇത് സമൃദ്ധിയുടെ പരിപൂർണത. പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം brought to you by പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത.